بسم الله الرحمن الرحيم الحمد لله الحمد لله الذي علم القرآن خلق الإنسان وعلمه البيان وفضل حبيبه على الرسل بإنزال القرآن وشرفه على سائر الأمم بتلاوة القرآن وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا عبده ورسوله اللهم يا واجب الوجود ويا واهب الخير والجود أفض علينا أنوار رحمتك ويسر لنا الوصول إلى كمال معرفتك وأفوض أمري إلى الله وأفوض أمري إلى الله إن الله بصير بالعباد وأن مردنا إلى الله وأن المسرفين هم أصحاب النار صلى الله وسلم عليك يا سيدنا يا رسول الله صلى الله وسلم عليك يا نبينا يا حبيب الله بلغت الرسالة وأديت الأمانة ونصحت الأمة وكشفت الأمة وجاهدت في سبيل ربك حق جهاده وعبدت ربك حتى أتاك اليقين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإن يكاد الذين كفروا ليزلقونك بأبصارهم لما سمعوا الذكر ويقولون إنه لمجنون وما هو إلا ذكر للعالمين كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة صدق الله مولانا العلي العظيم قال نبينا وحبيبنا محمد صلى الله عليه وسلم أكثر ذكر هذا من اللذات صدق رسوله النبي المصطفى الأمين صلى الله وسلم عليه وعلى آله وصحبه وأزواجه وذرياته أفضل الصلوات وأزكى التسليم وما أحد ينجو من الموت سالما وسهم المنايا قد أصحاب محمدا ولو كانت الدنيا
بقاء لساكنين لكان رسول الله فيها مخلدا يا سيد السادات جئت قاصدا أرجو هماك فلا تخيب مقصدي وعلى محمد سيدنا محمد. പള്ളിങ്കാട്ടിലാണ് നാളെ മണിയറ കനവേരിടുന്ന കല്ലതിന്റെ വേലി പൊള്ളിടുന്ന ചൂട് തിങ്ങും ഉള്ളറ നാം തുള്ളി നടക്കേണ്ട മണ്ണിൻമീതേ പള്ളിങ്കാട്ടിലാണ് നാളെ മണിയറ കനവേരിടുന്ന കല്ലതിന്റെ വേലി പൊള്ളിടുന്ന ചൂട് തിങ്ങും ഉള്ളറ നാം തുള്ളി നടക്കേണ്ട മണ്ണിൻമീതേ വിളിക്കുന്ന പേര് മാഞ്ഞു പോകുമേ ഉടൻ മയ്യിത്തെന്ന നാമമായി മാറുമേ വിളിക്കുന്ന പേര് മാഞ്ഞു പോകുമേ ഉടൻ മയ്യിത്തെന്ന നാമമായി മാറുമേ പൊന്നുപ്പ എന്ന വിളിയും മക്കൾ മാറ്റുമേ എന്നുറ്റവർ പോലും പേര് ചൊല്ലുമേ പൊന്നുപ്പ എന്ന വിളിയും മക്കൾ മാറ്റുമേ എന്നുറ്റവർ പോലും പേര് ചൊല്ലുമേ പള്ളിങ്കാട്ടിലാണ് നാളെ മണിയറ കനവേരിടുന്ന കല്ലതിന്റെ വേലി പൊള്ളിടുന്ന ചൂട് തിങ്ങും ഉള്ളറ നാം തുള്ളി നടക്കേണ്ട മണ്ണിൻമീതേ ചലിക്കുന്ന മാംസം പിണ്ഡം നമ്മള് നാം ചിതറിച്ചു തീരുമൊടുവിൽ മണ്ണില് ചലിക്കുന്ന മാംസം പിണ്ഡം നമ്മള് നാം ചിതറിച്ചു തീരുമൊടുവിൽ മണ്ണില് എന്നാലതില്ല രക്ഷയാർക്കും പാരിലേ എല്ലാം വിട്ടെറിഞ്ഞ് പോണം പള്ളിക്കാട്ടിലേ എന്നാലതില്ല രക്ഷയാർക്കും പാരിലേ എല്ലാം വിട്ടെറിഞ്ഞ് പോണം പള്ളിക്കാട്ടിലേ പള്ളിങ്കാട്ടിലാണ് നാളെ മണിയറ കനവേരിടുന്ന കല്ലതിന്റെ വേലി പൊള്ളിടുന്ന ചൂട് തിങ്ങും ഉള്ളറ നാം തുള്ളി നടക്കേണ്ട മണ്ണിൻമീതേ വഹിക്കുന്ന സ്ഥാനം വീണ് തകരുമേ റബ്ബിൻ വിധിക്ക് മുന്നിൽ നമ്മൾ കീഴടങ്ങുമേ വഹിക്കുന്ന സ്ഥാനം വീണ് തകരുമേ റബ്ബിൻ വിധിക്ക് മുന്നിൽ നമ്മൾ കീഴടങ്ങുമേ മൂന്നു തുണ്ടം തുണിയുമായി മടങ്ങുമേ നമ്മൾ ഭോഗനായലാകി ഖേദമാകുമേ മൂന്നു തുണ്ടം തുണിയുമായി മടങ്ങുമേ നമ്മൾ ഭോഗനായലാകി ഖേദമാകുമേ പള്ളിങ്കാട്ടിലാണ് നാളെ മണിയറ കനവേരിടുന്ന കല്ലതിന്റെ വേലി പൊള്ളിടുന്ന ചൂട് തിങ്ങും ഉള്ളറ നാം തുള്ളി നടക്കേണ്ട മണ്ണിൻമീതേ പള്ളിങ്കാട്ടിലാണ് നാളെ മണിയറ കനവേരിടുന്ന
പൊള്ളിയിടുന്ന കല്ലതിന്റെ മേലേ ഉള്ളിലുന്ന ചൂട് തിങ്ങം ഉള്ളറ നാം തുള്ളി നടക്കേണ്ട മണ്ണിൻ മീതേ. ഈ പരിശുദ്ധ വേദിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന അഭിമന്യരായ ഈ മഹല്ലത്തിലെ ജമാഅത്ത് നേതാവ്, അതുപോലെ സ്വാഗത പ്രഭാഷകൻ, ഈ മഹല്ലത്തിന്റെ ദീനി പ്രവർത്തനങ്ങളിൽ നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന വന്യരായ അഷ്റഫ് ഉസ്താദ്, അതുപോലെ ഈ മഹല്ലത്തിന്റെ വിജ്ഞാനത്തിന്റെ മണിമുത്തുകൾ വാരിക്കോരി ഒരു യുവതലമുറയെ സമുദായത്തിൽ വാർത്തെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഈ മഹല്ലത്തിലെ മുദരിസ് ഉസ്താദ് അവറുകൾ, അതുപോലെ വേദിയിലുള്ള ജമാഅത്ത് നേതാക്കളെ, പണ്ഡിതന്മാരെ, സദസ്സിലുള്ള കാരണവന്മാരെ, പെങ്ങന്മാരെ, വിദ്യാർത്ഥിനികളെ, വിശേഷ എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കാരുണ്യവാനായ റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സംഗമം പൊരുത്തപ്പെട്ട് നാളെ പാരത്രിക ലോകത്തിൽ ഉപകരിക്കുന്ന ഒരു മുതൽക്കൂട്ടാക്കി നമ്മെ സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. സുസ്ഥകാല ജീവിതം അവന്റെ പൊരുത്തത്തിലായി മുന്നോട്ട് നയിച്ചു മരണം കൈറാകുന്ന നേരത്ത് കലിമ ചൊല്ലി ഈമാനോടുകൂടെ മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് നാഥനായ റബ്ബുൽ ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശിഷ്യ നാം ഇവിടെ പറയുന്ന ഇൽമിന്റെ മിഥുല സവാബുകൾ നമ്മിൽ നിന്ന് മൺമറഞ്ഞ് ആരുടെ മണ്ണിന്റെ ഉള്ളറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഅ്മിനീങ്ങൾക്കുള്ള മണ്ണറ കൊള്ളെത്തിച്ചു കൊടുത്ത് അവരുടെ മണ്ണറയെ അല്ലാഹു മണിയറയാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരോടൊപ്പം നാളെ സ്വർഗ്ഗം പങ്കിടാനുള്ള തൗഫീഖ് രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. ഇച്ചിലങ്കോട് മാലിക് ദീനാർ മഹാത്മാക്കൾക്കുള്ള പരിശുദ്ധമായ ഉറൂസിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഐതിഹാസികമായ മതപ്രഭാഷണ പരമ്പരയുടെ 6ാമത്തെ സുദിനമാണല്ലോ. ഈ വിനീതനിക്കുന്ന സമർപ്പിതമായിട്ടുള്ള വിഷയം മരണത്തിന്റെ ഭീകര മുഖങ്ങൾ എന്നുള്ളതാണ്. സമയം വളരെയേറെ വൈകിയതുകൊണ്ട് തന്നെ ഒരു ആമുഖം നീട്ടിപ്പരത്തി പറയാതെ എന്റെ വിഷയത്തിലോട്ട് ഞാൻ കിടക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാത്മാക്കളുടെ പൊരുത്തവും അവരുടെ ഗുരുത്വവും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. ഇവിടെ നിൽക്കുന്ന ആളുകൾ മനോഹരമായ സദസ്സിൽ കടന്നു വന്നിരുന്നതെന്നാൽ വളരെ അനുഗ്രഹീതമായിരുന്നു എന്ന് ആമുഖമായി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയ മണിക്കൂറിന്റെ ഉള്ളറയിൽ അതിമഹത്തായ വിഷയം നിങ്ങളോട് ഞാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പാരമ്പര്യത്തിന്റെ പഴക്കമുള്ള ഒരുപാട് ആലിമീങ്ങളെ സമുദായത്തിന് സമർപ്പിച്ച ഈ മഹല്ലത്തിനോട് വിജ്ഞാനത്തിന്റെയും വിജ്ഞാനത്തിന്റെ സദസ്സിന്റെ മഹത്വങ്ങളെ ഒരുപാട് നേരം നീട്ടിപ്പരത്തി പറയാതെ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെയും പൂർണ്ണമായ സഹകരണം ഈ സദസ്സിന്റെ അവസാനം വരെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടെ എന്റെ വിഷയത്തിലോട്ട് ഞാൻ കിടക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നല്ലത് പറയുവാനും അതിലുപരി ജീവിതത്തിൽ അതിനു വേണ്ടിയുള്ള സൽക്കർമ്മങ്ങൾ ഒരുക്കി മണ്ണറയിലേക്ക് കടന്നു പോകുമ്പോ കലിമ ചൊല്ലി ഈമാനോടുകൂടെ അല്ലാഹുവിന്റെ പരിശുദ്ധ സ്വർഗ്ഗത്തിന്റെ ഫോട്ടോ കണ്ട് പുഞ്ചിരിയോടുകൂടെ മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വിഷയത്തിലോട്ട് ഞാൻ കിടക്കുകയാണ്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മരണത്തിന്റെ ഭീകര മുഖങ്ങൾ. ഒരു കുഗ്രാമം, ആ കുഗ്രാമത്തിലേക്ക് ജാലവിധികളെ കൊണ്ട് അത്ഭുത സിദ്ധി കാണിക്കുന്ന ഒരു മഹാമനുഷ്യ കടന്നു വരികയാണ്. അത്ഭുത സിദ്ധികളെ കൊണ്ട് അത്ഭുതങ്ങൾ മാത്രം കാണിക്കുന്ന മഹാത്മാവ് ആ കുഗ്രാമത്തിലേക്ക് കടന്നു വന്ന് പാവപ്പെട്ട നാട്ടിന്റെ
പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും വിഷമങ്ങളും ടെൻഷനുകളും പ്രാരാബ്ദങ്ങളും നേരിടുന്ന പാവപ്പെട്ട പാമരർക്ക് ആ കുഗ്രാമത്തിൽ വിഷമിക്കുന്നവർക്ക് അദ്ദേഹത്തിന്റെ ജാലവിദ്യകളെ കൊണ്ട് അദ്ദേഹം ഒരുപാട് അത്ഭുത സിദ്ധികളോടുകൂടെ അവരുടെ പ്രയാസങ്ങൾ അകറ്റുകയുണ്ട്. ഇതോടുകൂടെ അദ്ദേഹം നാട്ടിലാണ് അദ്ദേഹത്തിന്റെ ആ കുഗ്രാമ പരിസരത്തും അറിയപ്പെടാനും ഏറ്റവും വലിയ മഹാമനുഷ്യയായി മാറാനും വർഷങ്ങളോ മാസങ്ങളോ വേണ്ടി വന്നില്ല. അല്പകാലം കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ പേരും പെരുമയും പ്രശസ്തി നാടാകെ പരകനം പറന്നപ്പോ അതിനിടെയാണ് ആ പാവപ്പെട്ട നാട്ടിലെ കുഗ്രാമത്തിന്റെ പ്രിയപ്പെട്ട ഒരു ഉമ്മയുടെ മകൻ മരണത്തിനിടയാകുന്നത്. ഒരുപാട് വർഷങ്ങൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ഖേദപേക്ഷിച്ച് പൊട്ടിക്കരഞ്ഞ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ച അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ ഏക സന്താനത്തെ തിരിച്ചു കൊണ്ടുപോകുമ്പോൾ ഏതുമ്മയാണ് പൊട്ടിക്കരഞ്ഞ് നിലവിളിക്കാതിരിക്കുക? ഉമ്മയുടെ നിലവിളി കേൾക്കുമ്പോൾ ആ നാട്ടിലെ കാരണന്മാരോട് പറഞ്ഞു വരികയാണ്. എന്നിട്ടോ ആ പാവപ്പെട്ട ഉമ്മയോട് പറയുകയാണ്, പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങൾ വിഷമിക്കില്ല, ബുദ്ധിമുട്ടല്ല, ദുഃഖിക്കല്ല, ദുരിതപ്പെടല്ല. നിങ്ങൾക്കുള്ള ടെൻഷനുകളും ബുദ്ധിമുട്ടുകളും മാത്രമല്ല, നഷ്ടപ്പെട്ടു പോയ പൊന്നമോന്റെ ആത്മാവിനെ തിരിച്ചു തരാൻ വേണ്ടി ഞങ്ങൾക്കുള്ള നാട്ടിലേക്ക് ജാലവിദ്യകളെ കൊണ്ട് അത്ഭുത സിദ്ധി കാണിക്കുന്ന ഒരു മഹാമനുഷ്യ കടന്നു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം നിങ്ങൾക്കുള്ള പൊന്നമോന്റെ നഷ്ടപ്പെട്ടു പോയ ആത്മാവ് തിരിച്ചു തരുമെന്ന് പ്രിയപ്പെട്ട ഉമ്മയോട് സാന്ത്വനത്തിന്റെ വാക്കുകൾ പ്രിയപ്പെട്ട ആ നാട്ടിലെ കാരണവന്മാർ പറഞ്ഞപ്പോ ഉമ്മ നഷ്ടപ്പെട്ടു പോയ പൊന്നമോന്റെ ജഡമെടുത്തുകൊണ്ട് അതിവേഗം ആ കുഗ്രാമത്തിൽ താമസിക്കുന്ന ആ മഹാത്മാവിന്റെ സവിധത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ടോ ആ മഹാത്മാവിന്റെ സവിധത്തിലേക്ക് ആ നഷ്ടപ്പെട്ടു പോയ പൊന്നമോന്റെ ജഡമെടുത്ത് വെച്ചുകൊണ്ട് പറയുകയാണ്, പ്രിയപ്പെട്ട മഹാത്മാവേ, ഒരുപാട് വർഷങ്ങൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ഖേദപേക്ഷിച്ച് പ്രാർത്ഥിച്ച് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയ അരുമ സന്താനത്തിന്റെ ആത്മാവിനെ പടച്ചവന്റെ മലക്കുൽ മൗത്ത് ഇവിടുന്ന് തിരിച്ചു കൊണ്ടുപോയിരിക്കുകയാണ്. ഏക പ്രതീക്ഷയായി ഈ പൊന്നമോനെ നഷ്ടപ്പെട്ടു പോയ ആത്മാവിനെ തിരിച്ചു തരുമെന്ന പ്രതീക്ഷയോടുകൂടെയാണ് ഞാൻ നിങ്ങളുടെ സവിധത്തിലേക്ക് കടന്നു ചെന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ നഷ്ടപ്പെട്ടു പോയ പൊന്നമോന്റെ ആത്മാവിനെ നിങ്ങൾ തിരിച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോ പ്രിയപ്പെട്ട ഉമ്മയോട് ആ മഹാത്മാവ് പറയുകയാണ്, ഉമ്മ, നിങ്ങൾക്കുള്ള പൊന്നമോനെ നഷ്ടപ്പെട്ട ആത്മാവിനെ ഞാൻ തിരിച്ചു തരാം. പക്ഷേ അതിന് ഒരു കണ്ടീഷനാണ്, അല്പം മരുന്നുകൾ വേണം. അതും ഇന്നേ വരെ മരണപ്പെടാത്ത വീട്ടിൽ നിന്നൊരൽപ്പം കടുകുമണികൾ ശേഖരിച്ച് നിങ്ങൾ കൊണ്ടുതന്നാൽ തീർച്ചയായും നിങ്ങൾക്കുള്ള നഷ്ടപ്പെട്ടു പോയ പൊന്നമോന്റെ ആത്മാവിനെ ഞാൻ തിരിച്ചു തരുമെന്ന് പറയുമ്പോ പ്രിയപ്പെട്ട ഉമ്മ ആ വീട്ടിൽ നിന്ന് പ്രിയപ്പെട്ട അവിടുത്തെ മഹാത്മാവിന്റെ സവിധത്തിൽ നിന്ന് ആ കുഗ്രാമത്തിന്റെ തിരുവാന്തരങ്ങളിൽ സഞ്ചരിക്കുകയാണ്. എന്തിനാണ് സഞ്ചരിക്കുന്നതെന്നറിയോ? നഷ്ടപ്പെട്ടു പോയ പൊന്നമോന്റെ ആത്മാവിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഏറ്റവും വലിയ ശ്രമത്തോടുകൂടെ മരണപ്പെടാത്ത വീട്ടിൽ നിന്ന് അല്പം കടുകുമണികൾ ശേഖരിച്ചു കൊണ്ടുകൊടുത്താൽ തീർച്ചയായും നഷ്ടപ്പെട്ടു പോയ പൊന്നമോന്റെ ആത്മാവ് തിരിച്ചു കിട്ടുമല്ലോ എന്ന ഏറ്റവും വലിയ ആത്മവിശ്വാസത്തോടുകൂടെ ഉമ്മ രാവിലെ മുതൽ സായാഹ്ന സന്ധ്യ വരെ ആ കുഗ്രാമത്തിന്റെ തിരുവാന്തരങ്ങളിൽ ഇറങ്ങിയപ്പോ ആ കുഗ്രാമത്തിലുള്ള ഓരോ വീടുകൾ കയറിയിറങ്ങിയപ്പോ പ്രിയപ്പെട്ട ഉമ്മക്ക് ഒരുപാട് കടുകുമണികൾ ശേഖരിക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇന്നേ വരെ മരണപ്പെടാത്ത ഒരു വീട് കണ്ടെത്തിക്കാൻ സാധിച്ചില്ല. ഒരുപാട് വീടുകൾ കയറിയിറങ്ങി ഒരുപാട് കടുകുമണികൾ ശേഖരിച്ച് അവസാനമായി സായാഹ്ന സന്ധ്യ സൂര്യൻ അസ്തമിക്കാനാവുന്ന സമയത്ത് മഹാത്മാവിന്റെ അരികിലേക്ക് സവിധത്തിലേക്ക് താൻ ശേഖരിച്ചു കൊണ്ടുവന്ന ഒരുപാട് കടുകുമണികളെ മഹാത്മാവിന്റെ മുമ്പിൽ കൊണ്ടിട്ട് കൊടുക്കുകയാ. എന്നിട്ടോ പറയുകയാണ്, പ്രിയപ്പെട്ട മഹാത്മാവേ, നിങ്ങൾ പറഞ്ഞതുപോലെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഒരുപാട് കടുകുമണികൾ എനിക്ക് ശേഖരിക്കാൻ കഴിഞ്ഞു, ഒരുപാട് കടുകുമണികൾ എനിക്ക് ശേഖരിക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇന്നേ വരെ മരണപ്പെടാത്ത ഒരു വീട് എനിക്ക് എന്റെ കൺകൊണ്ട് കാണാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോ ആ മഹാത്മാവ് പ്രിയപ്പെട്ട ഉമ്മയുടെ മനോവേദനയെ മനസ്സിലാക്കി കൊണ്ട് പറയുകയാണ്, പ്രിയപ്പെട്ട ഉമ്മ, മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാസത്യമാണ് മരണം എന്നുള്ളത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ കഥയിലൂടെ നമുക്ക് പാഠം പഠിക്കാനുള്ളത്, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഈ ലോകത്തേക്ക് കൊണ്ടുവന്നത് തന്നെ അവൻ നിശ്ചയിച്ച അല്പം ദിവസങ്ങൾക്ക് ശേഷം നമ്മെ യാത്രയാക്കാൻ. ഈ ജീവിതത്തിന് അഥവാ ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോരോ മനുഷ്യനിക്കും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു അവധി നിശ്ചയിച്ചിരിക്കുകയാണ്. ജനിച്ചു വീണാൽ മരണം നിർബന്ധമാണ്. മരിക്കാതിരിക്കാൻ ഒരു മാർഗമുണ്ട്, ജനിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ. അതല്ലാതെ മരിക്കാതിരിക്കാൻ ഒരൊറ്റ മാർഗവുമില്ല.
ഏത് വിഷയത്തിൽ നിന്ന് ചർച്ചകൾക്ക് ആഭാസമാകുന്നുണ്ടെങ്കിലും നരകത്തിനെ കുറിച്ച് ചർച്ച ചെയ്താൽ അഥവാ ഹശ്റയെ പറ്റി ചർച്ച ചെയ്താൽ അല്ലാഹുവിന്റെ ഭയാനകരമായ ബീഭത്സമായ ആഖിറത്തിലേക്കുള്ള ഒന്നാമത്തെ വീടാകുന്ന ഖബറാകുന്ന മണ്ണറക്കൂടിനെ പറ്റി ചർച്ച ചെയ്താലും ഓരോ വിഷയങ്ങളിൽ നിന്ന് ചർച്ചയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. പക്ഷേ മരണമെന്ന മഹാസത്യത്തിൽ നിന്നേ വരെ ചർച്ച ചെയ്തവരില്ല. മതഭേദമന്യേ മനുഷ്യ ശരീരത്തിന്റെ ആത്മാക്കളെ കാതുനിറവാൻ കൊണ്ടുപോകുകയാണ്. അവൻ ക്രിസ്ത്യാനിയായാലും പാർസിയായാലും ബൗദ്ധനായാലും ജൈനനായാലും മുസൽമാനായാലും ഏത് മതക്കാരനായാലും മരണമെന്ന മഹാസത്യം മനുഷ്യ ശരീരത്തിന് പിടിപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനേരെ ആകാശത്തിൽ പറക്കുന്ന പറവകള്, ഭൂമിയിൽ സഞ്ചരിക്കുന്ന ഓരോ ജീവജാലങ്ങള്, എന്തിനേരെ സമുദ്രത്തിൽ പറക്കുന്ന സമുദ്രത്തിൽ സഞ്ചരിക്കുന്ന മത്സ്യലതാദികളടക്കമുള്ള ഓരോന്നിനും മരണം നിർബന്ധമാകുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കും മരണം ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ആർക്കെങ്കിലും ഈ കൂട്ടത്തിൽ സംശയമുണ്ടോ? ഉസ്താദേ ഞാൻ മരിക്കില്ല, പറയാറ്റോ? ഉസ്താദേ ഞാൻ മരിക്കില്ല, പറയാറ്റോ? നിങ്ങളോട് ഞാൻ മരിക്കൂല ഉസ്താദേ. സ്റ്റേജിലിരുന്നോ അല്ലെങ്കിൽ ഈ സദസ്സിലിരുന്ന ഒരാൾക്ക് പറയാൻ പറ്റാൻ നമുക്ക് ഉറപ്പാണ് മരിക്കുമെന്നുള്ളത്. പക്ഷെ മറ്റൊരു ഉറപ്പും കൂടിയുണ്ട്, ഉസ്താദ് ഞാൻ ഇപ്പൊ മരിക്കൂല. അല്ലെ 80 വയസ്സായ ഉപ്പാപ്പയായാലും 60 വയസ്സായ ഉമ്മാമയായാലും ഈ സദസ്സിലിരുന്ന് ചിന്തിക്കുക, ഞാനിപ്പോ മരിക്കൂല. കാരണം എന്റെ ഉപ്പാപ്പ 100 വയസ്സ് ജീവിച്ച മനുഷ്യനാ, എന്റെ ഉപ്പ 95 കഴിഞ്ഞ് ഇപ്പോഴും ജീവിക്കുന്ന മനുഷ്യനാ, എനിക്കായത് 60 അല്ലെങ്കിൽ 70 എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ പ്രായാധിക്യം മൂലം ഞാനിപ്പോൾ മരിക്കൂല എന്ന് ചിന്തിക്കുന്നവർ ഈ മനോഹരമായ ചിലങ്കോടെന്ന് പറയുന്ന മനോഹരമായ വിജ്ഞാന സദസ്സിൽ ഒരുമിച്ച് കൂടിയവരുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ള മുസ്ലിമേ, നിന്റെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നത് എവിടേക്കാണെന്നറിയോ? ഈ പരിശുദ്ധമായ പള്ളിയുടെ പള്ളിക്കാടാകുന്ന കുടുംബാംഗത്തിലെങ്കാണ്. ആരൊക്കെയാണ് അവിടെ കിടക്കുന്നതെന്നറിയോ? 90 വയസ്സായ ഉപ്പാപ്പയും 80 വയസ്സായ ഉമ്മാമയും മാത്രമല്ല അവിടെയുള്ളത്, മരിച്ച് ഗർഭഗൃഹത്തിൽ 9 മാസവും 10 ദിവസവും തികയുന്നതിന്റെ മുമ്പ് ചാപ്പിള്ളയായി ഭൂമോദരത്തിലേക്ക് പിറന്നു വീണ പിഞ്ചുവതിൽ കിടക്കുന്ന നാടാ പള്ളിക്കാട്. പ്രസവിച്ച ഉടനെ എത്രയോ പിഞ്ചുമക്കളെ മറവ് ചെയ്യപ്പെട്ട നാടാ പള്ളിക്കാട്. 5 വയസ്സുള്ള പൊന്നുപോ 10 വയസ്സുള്ള പൊന്നുമോള് ജീവിതത്തിന്റെ മധുരമായ പ്രതീക്ഷകൾ പൂവണിക്കുന്നതിന്റെ മുമ്പ് ഈ ലോകത്തിൽ നിന്ന് മൺമറഞ്ഞു പോയ 16-കാരിയും 25-കാരനാകുന്ന ചുണക്കുട്ടന് കിടക്കുന്ന നാടാ പള്ളിക്കാട്. ആരോഗ്യമുള്ള പല ആളുകളും പല കാരണങ്ങളെ കൊണ്ട് പള്ളിക്കാടിലേക്ക് പ്രയാണം നടത്തി ശാശ്വത ലോകത്തേക്കുള്ള ഒന്നാമത്തെ വീടാകുന്ന പള്ളിക്കാട്ടാകുന്ന മണ്ണറക്കൂടിന്റെ ഉള്ളറയിൽ കിടക്കുമ്പോ ഇന്നല്ലെങ്കിൽ നാളെ ഇല്ലെങ്കിൽ അടുത്തയാഴ്ച ഞാൻ മരിക്കുമെന്ന ഓർമ്മ എന്തുകൊണ്ട് നിനക്ക് വന്നില്ല മുസ്ലിം ചെറുപ്പക്കാരാ? പകലന്തിയോളം ടിവിയുടെ മുമ്പിൽ തപസ്സിരിക്കുമ്പോ, സിനിമ കാണുമ്പോ, സീരിയൽ കാണുമ്പോ, അനാവശ്യ അനർത്ഥങ്ങൾ ചെയ്യുമ്പോ എന്റെ പെങ്ങളെ എന്തുകൊണ്ട് നിനക്ക് മരണത്തിന്റെ ഓർമ്മ വന്നില്ല? അല്ലാഹുവിന്റെ പരിശുദ്ധമായ പള്ളി എന്നുള്ള അല്ലാഹുവിന്റെ വിശുദ്ധമായ അവാചമായ അനന്തങ്ങളാകുന്ന വിസ്മയങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന പരിശുദ്ധമായ ഇച്ചിലങ്കോട് പള്ളിയുടെ പള്ളിമിനാരത്തിൽ നിന്ന് ഹയ്യഅലൽ സ്വലാഹ് എന്ന് സ്വർഗത്തിന് വേണ്ടി വിളിക്കുമ്പോ 5 നേരം ഇതാ നിന്റെ വീടിന്റെ കഥമുട്ട് നിന്നെ അസ്രായീൽ വിളിക്കുകയാണ്. ഇച്ചിലങ്കോട് പള്ളിയുടെ പരിശുദ്ധമായ ഖബർസ്ഥാനിലേക്ക് വരാനുള്ള സമയമായടാ എന്ന് പറയുമ്പോ വീടിന്റെ ഉള്ളറയിൽ അനർത്ഥങ്ങളും അനാശാസങ്ങളും കൊള്ളരുതായ്മകളും വേണ്ടാത്തരങ്ങളും ഇതുകൊണ്ട് ജീവിക്കുമ്പോ പൊന്നുമോനെ എന്തുകൊണ്ട് മരണത്തിന്റെ ഓർമ്മ വന്നില്ലടാ? അതുകൊണ്ട് ചെറുപ്പക്കാരാ, ആദ്യം നന്നാക്കേണ്ടത് നിന്റെ തലമുടിയല്ല പെങ്ങളെ, ആദ്യം നന്നാക്കേണ്ടത് നിന്റെ കാർക്കൂന്തലല്ല. ചെറുപ്പക്കാരാ, ആദ്യം നന്നാക്കേണ്ടത് നിന്റെ മസിൽ പവറല്ല, മരിച്ച ഹൃദയമാണ്. ഒരു തെറ്റുകുറ്റം ചെയ്യുമ്പോ, ഒരു അനർത്ഥം ചെയ്യുമ്പോ, മോശത്തരങ്ങൾ വേണ്ടാത്തരങ്ങൾ കൊള്ളരുതായ്മകൾ ചെയ്യുമ്പോ ശരീരത്തിന്റെ ഉള്ളറയിൽ വാരിയെല്ലുകൊണ്ട് മൂടപ്പെട്ട ഹൃദയാന്തരാളത്തിന്റെ ഉള്ളറയില് മോനെ മുത്തു റസൂൽ പറയുകയാണ്, കരവിരളുകയാണ്. ആ കരകളെ മാറ്റിയെടുക്കുക. അതുകൊണ്ട് ഇത്രയും കാലം പഠിച്ചവനെതിരായി ധിക്കരിച്ചത് പോട്ടെ, അല്ലാഹുവിനെ ത്യജിച്ചത് പോട്ടെ, ഇത്രയും കാലം അല്ലാഹുവിനെതിരായി പ്രവർത്തിച്ചത് പോട്ടെ, ഇബ്ലീസിന്റെ അടിയാറായി ജീവിച്ചത് പോട്ടെ, ഇനിയെങ്കിലും അക്സിറൂ ദിക്റ ഹാദിമില്ലല്ലാഹ്. എല്ലാ സുഖങ്ങളെയും എല്ലാ രസങ്ങളെയും എല്ലാ രുചികളെയും
ഭൗതികമായ എല്ലാ താല്പര്യങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തിനെ ഓർക്കുക. അല്ലാഹു അതിന് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മരണത്തിനെ യഥേച്ഛമായി ഓർക്കുക. മരണം ഓർക്കൽ സുന്നത്തില്ലാത്ത ഒരു വിഭാഗം പ്രിയപ്പെട്ട വിജ്ഞാനം നുകരുന്ന മുതഅല്ലിമീങ്ങൾ മാത്രമാണ്. അവർക്ക് അവർക്ക് ഇൽമു പഠിക്കാനുള്ള താല്പര്യമുള്ളത് കൊണ്ട്, അതിനുള്ള സമയം അവർ കണ്ടെത്താനുള്ളത് കൊണ്ട് തന്നെ അവർക്ക് മരണത്തിനെ ഓർക്കൽ യഥാർത്ഥമായി ഇല്ല എന്ന് ആദരവായ റസൂലുള്ളാഹി. എന്താണ് മരണം? അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എന്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട ഉമ്മാന്റെ കൊച്ചുരോഗമാകുന്ന ഗർഭാശയത്തിന്റെ ഉള്ളറയിൽ എനിക്കും നിങ്ങൾക്കും 4 മാസം പ്രായമാകുമ്പോ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നിക്ഷേപിച്ചു പോയ ആത്മാവിനെ ഒരു മലക്കിനെ കൊണ്ട് പിഴുത്തെടുപ്പിക്കലാണ്. ആ പരിശുദ്ധമായ ആത്മാവ് നിക്ഷേപിച്ചു. ആത്മാവ് കൊണ്ടാണ് ഞാനും നിങ്ങളും ഈ ചിലങ്കോട് എന്ന് പറയുന്ന മനോഹരമായ വിജ്ഞാന സദസ്സടക്കമുള്ള ഓരോ കാര്യങ്ങളും ഇന്ന് ദുനിയാവിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ആ ആത്മാവിനെ എപ്പോഴാണോ പിഴുത്തെടുക്കുന്നത് അന്നാണ് നിന്റെ ജീവിതത്തിന്റെ മരണം സംഭവിക്കുക. അല്ലാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുഷ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ജീവിതം ഞാൻ വിചാരിച്ചതുപോലെ ഈ ജീവിതം തുടക്കമാണ്, മാത്രമല്ല ഒടുക്കമാണ്. ആരും കരുതണ്ട. ഇതിന്റെ മുമ്പ് ചെറിയ നിലയ്ക്ക് ഞാൻ പറയുകയാണ്, 3 ജീവിതങ്ങൾ ഞാനും നിങ്ങളും കഴിഞ്ഞു വന്നവരാണ്. ഒന്നാമത്തെ ലോകം ആലമുൽ അർവാഹ് എന്ന് പറയുന്ന ലോകം. അവിടെ ഈ നിൽക്കുന്ന അബ്ദുൽ കരീം ഫൈദി, ബഹുമാനപ്പെട്ട നമ്മുടെ അഷ്റഫ് ഉസ്താദ്, സഖാഫി ഉസ്താദ് അടക്കമുള്ള വേദിയിലുള്ള പണ്ഡിതന്മാരെന്നുമുള്ള ഓരോരുത്തരും ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്ന എന്നെല്ലാം ലോക ജനത ആദം നബി തൊട്ട് മുതൽ അവസാനത്തെ പ്രവാചകന്റെ സമുദായത്തിന്റെ അവസാനം ഖിയാമ നാളിന്റെ സമയത്ത് മരണപ്പെടുന്ന സന്തതി വരെ അവിടെ ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ കണ്ണിന് കാണാത്ത മുട്ടുസൂചിന്റെ അഗ്രത്തിന്റെ വലുപ്പത്തിലായി എന്നെയും നിങ്ങളെയും അവിടെ അള്ളാഹു പടക്കുകയാണ്. എന്നിട്ട് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവിടെ എന്നോടും നിങ്ങളോടും മാത്രമല്ല ലോകത്തുള്ള മാനവ സമുദായത്തിന്റെ ആത്മാക്കളോട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുകയാ, അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങൾക്കുള്ള റബ്ബല്ലയോ? എല്ലാവരും സമ്മതം മൂളി. ഖാലൂ ബല, റബ്ബേ നീ ഞങ്ങൾക്കുള്ള റബ്ബാണ്, ഞങ്ങൾ നിന്റെ സാധുക്കളായ അടിമകളാണെന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ സവിധത്തിൽ ചെന്നുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ അവിടത്തെ ഭാഗത്ത് പോയി സുജൂദ് ചെയ്ത ഒരുപാട് ആത്മാക്കളുണ്ട്. 2 സുജൂദ് ചെയ്തവരുണ്ട്. അവർ ഈ ദുനിയാവിലേക്ക് പിറന്നു വീണ അല്ലാഹുവിന്റെ മഹാത്മാക്കളായ അമ്പിയാക്കളായി ദീൻ പ്രബോധനത്തിലൂടെ ജീവിതം നയിക്കുകയും അവസാനം അല്ലാഹുവിന്റെ മഹാത്മാക്കളായ അമ്പിയാക്കളായി തന്നെ ഈ ദുനിയാവിൽ നിന്ന് വിട പറയുകയും ചെയ്യുകയാണ്. അങ്ങനെയുള്ള ഒരു വിഭാഗമാണ് ആലമുൽ അർവാഹിൽ കടന്നുപോയത്. മറ്റൊരു വിഭാഗമുണ്ട് എന്റെ പ്രിയമുള്ളവരെ, അവിടെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് 2 സുജൂദ് ചെയ്തു. അല്ലാഹുവിന്റെ പരിശുദ്ധ ലോകത്ത് 2 സുജൂദ് ചെയ്ത ആത്മാക്കള് അല്ലാഹുവിന്റെ മഹാന്മാക്കളായ ചിലങ്കോടിന്റെയും അതുപോലെ ഈ പരിശുദ്ധ പ്രദേശത്തുള്ള പരിസര പ്രദേശത്തുള്ള ഔലിയാക്കന്മാരിൽ ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ അന്തിമശ്രമം കൊള്ളുന്ന മഹത്തുക്കളാണ്. ഇനി ചില ആത്മാക്കൾ 1 സുജൂദ് ചെയ്തു. എന്നാൽ അവർ ദുനിയാവിലേക്ക് നല്ലവരായി ജനിച്ചു വീഴുകയും നല്ലവരായി ജീവിക്കുകയും നല്ലവരായി മരണപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ഥിതി വിശേഷമാണ്. ഇനി ചില ആത്മാക്കൾ 1 സുജൂദ് ചെയ്തു, പിന്നീട് അതിന്റെ പേരിൽ ഖേദിച്ചു. അതാണ് ഇന്ന് ഒളിച്ചോട്ടൊക്കെ നടത്തുന്നത്. എന്ന് പറഞ്ഞാൽ അവർ മുസ്ലിമായി ജനിക്കുകയും കാഫിറായി മരണപ്പെടുകയും ചെയ്യുകയാണ്. സമുദായത്തിൽ നിന്ന് ഒരുപാട് ഒളിച്ചോട്ടങ്ങൾ നമുക്ക് കാണുകയാണ്. ദൈനംദിനം പത്രമാധ്യമം എടുത്തു നോക്കിയാലും സോഷ്യൽ മീഡിയകൾ എടുത്തു നോക്കിയാലും നമുക്ക് കാണാനും വായിക്കാനും സാധിക്കുന്നത് 16-കാരിയും 19-കാരിയായ പെണ്ണുമൊക്കെ ഈ സമുദായത്തിൽ നിന്ന് വ്യതിചലിച്ച് അന്യവനോടുകൂടെ ഒളിച്ചോടി പോകുന്ന പ്രതിവിധി നാം ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുമ്പോ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആലമുൽ അർവാഹിൽ അവിടെ ആത്മാക്കളെ സുജൂദ് ചെയ്ത് പിന്നീട് ഖേദിച്ചതിന്റെ പേരിലാണ്. ഇനി ചില ആത്മാക്കൾ 1 സുജൂദ് ചെയ്തില്ല, എന്നിട്ടോ അതിന്റെ പേരിൽ അവർ ഖേദിച്ചു. എന്നാൽ അവർ കാഫിറായി ജനിക്കുകയും മുസ്ലിമായി മരണപ്പെടുകയും ചെയ്യുകയാണ്. കമലാ സുറയ്യനെ പോലെ ഉദാഹരണം പറയുകയാണെങ്കിൽ അങ്ങനെ അവിടെ പരസ്പരം കണ്ടുമുട്ടിയ ആത്മാക്കൾ ദുനിയാവിൽ പരസ്പരം കണ്ടുമുട്ടുന്നവരാ. അവിടെ പരസ്പരം ശത്രുത വെച്ച ആത്മാക്കൾ ദുനിയാവിൽ പരസ്പരം ശത്രുത വെക്കുന്നവരാ. അവിടെ പരസ്പരം പരിചയമില്ലാത്തവർ ഈ ദുനിയാവിൽ പരിചയപ്പെടാത്തവരാ. അവിടെ പരസ്പരം പരിചയപ്പെട്ടവർ മനോഹരമായി ചിലങ്കോട് എന്ന് പറയുന്ന വിജ്ഞാന തീരത്ത് ഞാൻ ഇന്ന് കടന്നു വന്ന് ഇന്നേ വരെ കാണാത്ത നിങ്ങളുടെ പരസ്പരം അഭിമുഖീകരിക്കാൻ കാരണം ആലമുൽ അർവാഹിൽ ഞാനും നിങ്ങളുടെ ആത്മാക്കൾ കണ്ടുമുട്ടിയതുകൊണ്ടാണ്.
അവിടെ പരസ്പരം കുടുംബക്കാരായി കഴിഞ്ഞവർ, കുടുംബാംഗങ്ങളായി കഴിഞ്ഞവർ, ദുനിയാവിൽ കുടുംബാംഗങ്ങളായി കഴിയുന്നവരാണ്. അങ്ങനെയുള്ള ഒരു ലോകമാണ് ആലമുൽ അർവാഹ് എന്ന് പറയുന്ന ലോകം. എന്ന് പറഞ്ഞാൽ കേവലം ആത്മാക്കളുടെ ഒരു ലോകം. അത് കഴിഞ്ഞു രണ്ടാമത്തെ ലോകമാണ് എന്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട പിതാവിന്റെ മുതുവിൽ ഒട്ടിപ്പിടിച്ച ഇന്ദ്രത്തുള്ളിയായി ഞാനും നിങ്ങളും കടന്നു വരികയാണ്. പിന്നീടോ പ്രിയപ്പെട്ട ഉമ്മാന്റെ കൊച്ചുലോകമാകുന്ന ഗർഭാശയത്തിന്റെ ഉള്ളറയിലേക്ക് കടന്നു പോവുകയാണ്. അതാണ് എന്റെ പ്രിയമുള്ളവരെ എന്റെയും നിങ്ങളുടെയും മൂന്നാമത്തെ ലോകം. പാവപ്പെട്ട ഉമ്മാന്റെ കൊച്ചുലോകമാകുന്ന ഗർഭാശയത്തിന്റെ ഉള്ളറയിലേക്ക് അല്ലാഹുവേ പ്രഥമരാത്രി എന്ന സുന്ദരമായ മുഹൂർത്തത്തില് പ്രിയപ്പെട്ട പിതാവ് ബന്ധപ്പെടലോടുകൂടെ ഒരു സ്പൂന് ദ്രാവകം പാവപ്പെട്ട ഉമ്മാന്റെ കൊച്ചുലോകമാകുന്ന ഗർഭാശയത്തിന്റെ ഉള്ളറയിലേക്ക് കടന്നു പോകുമ്പോ പൊന്നുമോനെ, എന്റെയും നിന്റെയും ജീവിതത്തിന്റെ നാലാമത്തെ ലോകമാണെങ്കിൽ ഇതിന്റെ മുമ്പ് മൂന്നാമത്തെ ലോകം ഞാനും നിങ്ങളും കഴിഞ്ഞു കിടന്നത് എവിടെയാണെന്നറിയോ? ഉമ്മാന്റെ കൊച്ചുലോകമാകുന്ന ഗർഭാശയത്തിന്റെ ഉള്ളറയിലേക്ക് കടന്നു പോകുമ്പോ പൊന്നുമോനെ, ഇവിടെ ഒരു കാര്യം, ഈ മരണത്തിന്റെ വിഷയം പറയുമ്പോ പാവപ്പെട്ട ഉമ്മയെ ചിന്തിക്കണമെടാ. ദുനിയാവിൽ നിനക്കുന്ന ജീവിതം ഉണ്ടാകണമെങ്കിൽ, ദുനിയാവിൽ നിനക്ക് മരണം ഉണ്ടാകണമെങ്കിൽ അതിന്റെ കാരണക്കാരായി ദുനിയാവിൽ ജീവിക്കുന്ന പാവപ്പെട്ട ഉമ്മയെ ഒന്ന് ആലോചിക്കാൻ വേണ്ടി ഒരു അല്പം കാര്യം ഞാൻ പറയുകയാണ്. പ്രിയപ്പെട്ട ഉമ്മാന്റെ കൊച്ചുലോകമാകുന്ന ഗർഭാശയത്തിന്റെ ഉള്ളറയിലേക്ക് പിതാവ് ഇവിടുന്ന് ബന്ധപ്പെടുമ്പോ ഒരു സ്പൂണ് ദ്രാവകം അവിടുന്ന് കടന്നു പോവുകയാണ്. ആ ഒരു സ്പൂണ് ദ്രാവകം കടന്നു പോകുമ്പോ അല്ലാഹുവേ, ആ ഒരു സ്പൂണ് ദ്രാവകത്തിന്റെ ഉള്ളറയിൽ ശാസ്ത്രരോഗം പഠിപ്പിക്കുകയാണ്. ഒന്നല്ല രണ്ടല്ല, 1 കോടി ജീവജാലങ്ങളാണ് അതിലുണ്ടായിരുന്നത്. 1 കോടി ജീവജാലങ്ങൾ പാവപ്പെട്ട ഉമ്മാന്റെ കൊച്ചുലോകമാകുന്ന ഗർഭാശയത്തിന്റെ ഉള്ളറയിലേക്ക് ഒരു സ്പൂണ് ദ്രാവകത്തിലൂടെ കടന്നു പോകുന്നില്ല. ഒന്നിരിക്കലോ 1, അല്ലെങ്കിൽ 2, അല്ലെങ്കിൽ ലോക ചരിത്രം പഠിപ്പിച്ചത് 10 ഏറ്റവും കൂടുതൽ 10 ഒരു പെണ്ണ് പ്രസവിച്ചു എന്ന. അതല്ല, മറ്റൊരു അഭിപ്രായ പ്രകാരം ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം ഒരു പെണ്ണ് 1000 പ്രസവിച്ചു. കുട്ടികളൊക്കെ മത്സ്യം പോലെ ഉണ്ടായിരുന്നു. പിറകെ അവർ ഉന്നതമായ നിലക്ക് പടർന്ന് പന്താളിച്ച് വലിയവരാളുകളായി മാറി. എന്ന് പറഞ്ഞാൽ 1 കോടി ജീവജാലങ്ങളിൽ നിന്ന് കേവലം 1, 2 അഥവാ നാം ഇന്ന് ആധുനിക ലോകത്ത് കാണുകയാണെങ്കിൽ 3 കാണുകയാണ്. അങ്ങനെ പാവപ്പെട്ട ഉമ്മാന്റെ കൊച്ചുലോകമാകുന്ന ഗർഭാശയത്തിന്റെ ഉള്ളറയിൽ ഞാനും നിങ്ങളും അധിവസിക്കുകയാണ്. എന്നിട്ടോ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ മൂന്നാമത്തെ ഘട്ടം അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ. ഒരു സ്പൂണ് ദ്രാവകത്തിൽ ഒളിച്ചുപോയ, ഒരു സ്പൂണ് ദ്രാവകത്തിൽ ഒളിച്ചുപോയ ഒരു ജീവജാലത്തെ പറ്റി അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. ആ ഒരു സ്പൂണ് ദ്രാവകത്തെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല രക്തക്കട്ടയാക്കുകയാണ്. അല്ലാഹുവേ, ആ ഒരു സ്പൂണ് ദ്രാവകത്തെ രക്തക്കട്ടയാക്കിയതിന് ശേഷം അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, 40 ദിവസം പിന്നിടുമ്പോ പൊന്നുപോലെ ദുനിയാവിൽ മരണത്തിനോട് മല്ലിട്ട് ജീവിക്കുന്നവരെ, ദുനിയാവിൽ ആർഭാടത്തോടുകൂടി ജീവിക്കുന്നവരെ, സമ്പത്തുണ്ടാക്കി ജീവിക്കുന്നവരെ, മരണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ദുനിയാവില് ആഡംബരത്തോടുകൂടെ പടച്ചവനെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യ, നിന്റെ ജീവിതത്തിനെ പറ്റി അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ. പിന്നീട് 40 ദിവസം പിന്നിടുമ്പോ നിന്റെ അവസ്ഥ എന്താ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, സുമ്മ ഖലഖ്നൽ നുത്ഫത അലഖാ. ആ ഒരു സ്പൂണ് ദ്രാവകത്തെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല രക്തക്കട്ടയാക്കി മാറ്റുകയാണ്. 80 ദിവസം കഴിയുമ്പോൾ രക്തക്കട്ടയാവുകയാണ്. സുമ്മ ഖലഖ്നൽ അലഖത മുദ്ഗാ. ആ ഒരു സ്പൂണ് ദ്രാവകം 120 ദിവസം പിന്നിടുമ്പോ, എന്ന് പറഞ്ഞാൽ 4 മാസം പിന്നിടുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, മാംസക്കട്ടയാക്കി മാറ്റുകയാണ്. മാംസക്കട്ടയാക്കി മാറ്റി അബ്ദുൽ കരീം ഫൈലിയാണ് ഇവിടെ നിന്ന് പ്രഭാഷണം നടത്തുന്നത്. ഈ മനോഹരമായ വിജ്ഞാന സദസ്സില് എന്റെ ഇച്ചിലും കൂടി ഒരുമിച്ച് കൂടിയ മുസ്ലിമേ, നീ ഇവിടെ കടന്നു വരാൻ കാരണം ആ മാംസക്കട്ടയായതുകൊണ്ടോ? എന്നിട്ടോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, സുമ്മ ഖലഖ്നൽ മുദ്ഗത ഇളാമാ. ദുനിയാവിൽ ആഡംബരമുണ്ടാകുമ്പോ, ആധിക്യങ്ങൾ ഉണ്ടാകുമ്പോ, ഒരുപാട് ആഘാടങ്ങൾ, ദുനിയാവിന്റെ വേച്ചൽപുറങ്ങൾ കൊത്തുകൊണ്ട് പാവപ്പെട്ട ഉമ്മയെ ധിക്കരിക്കുന്നവർ ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്, ഈ സുന്ദരമായ ലോകം നിനക്ക് കാണാൻ അവകാശം തന്നത് ആരാ? ഒന്നുപോലെ നിന്റെ പാവപ്പെട്ട ഉമ്മയാണെന്ന് മറന്നു പോകണ്ടടാ. ആ ഉമ്മാന്റെ കൊച്ചുലോകമാകുന്ന ഗർഭാശയത്തില് 4 മാസം പിന്നിടുമ്പോ നിന്നെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലുകളാക്കുകയാണ്.
എന്നിട്ടോ ആ എല്ലുകളെ പറ്റി അല്ലാഹു ഖുർആൻ പറയുകയാണ് ആ എല്ലുകളെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മാംസം കൊണ്ട് പൊതിയുകയാണ്. എന്നിട്ടോ നിനക്ക് സുന്ദരമായ കോലം നൽകുകയാണ്. അല്ലാഹുവേ പിന്നെ നിന്റെ ശരീരത്തിലെ ആത്മാവിനെ ഊതപ്പെടുകയാണ്. അങ്ങനെയാണ് നിന്റെ മൂന്നാമത്തെ ജീവിതം ഉമ്മാന്റെ കൊച്ചുലോകമാകുന്ന ഗർഭാശയത്തിന്റെ ഉള്ളറയിൽ കഴിഞ്ഞു പോകുന്നത്. അങ്ങനെ 3 ലോകം കഴിഞ്ഞു. പിന്നീട് 6 മാസക്കാലം ഉമ്മാന്റെ പള്ളയിൽ നീ ജീവിച്ചു. ഏകദേശം 10 മാസങ്ങൾ തികച്ചു. പിന്നീട് നീ കടന്നു വരികയാണ് ഈ ലോകത്തേക്ക്. എന്തിനാണ് ചെറുപ്പക്കാരായി ഭൗതിക ലോകത്തേക്ക് നീ കടന്നു വന്നത്? ഭൗതികം തോന്നിവാസം ചെയ്യാനല്ല, അനർത്ഥങ്ങൾ ചെയ്യാനല്ല, കൊള്ളരുതായ്മകൾ ചെയ്യാനല്ല, വേണ്ടാതരങ്ങൾ ചെയ്യാനല്ല. എന്തിനാണ് പൊന്നുപോലെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലേക്ക് നിന്നെ പടച്ചത് എന്തിനു വേണ്ടിയാണെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുൽക്ക് സവിസ്തരം പറയുകയാണ്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. എന്തിനാണ് പൊന്നുപോലെ ഈ ദുനിയാവിലേക്ക് നിന്നെ പടച്ചത് എന്തിനു വേണ്ടിയാണെന്നറിയോ? ഭൗതികം അനർത്ഥം ചെയ്യാനല്ല, അനാചാരതകൾ ചെയ്യാനല്ലടാ, അടിഞ്ഞാട്ടങ്ങളിലൂടെ ഭൗതികത്തിന്റെ മേച്ചൽപ്പുറങ്ങളൊക്കെ നടക്കാനല്ലടാ, ഒരുപാട് ബിസിനസ്സുകളും കോടികളും നിയന്ത്രിച്ചുകൊണ്ട് അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് നടക്കാനല്ലടാ. നിന്റെ ഈ മോശത്തരങ്ങളും അനർത്ഥങ്ങളും വേണ്ടാത്തരങ്ങളും കൊണ്ടുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ 16 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആധുനിക സമൂഹത്തെ വെല്ലുവിളിച്ച് ചോദിക്കും പോലെ പറയുകയാണ്. അഫഹസിബതും അന്നമാ ഖലഖനാകും അബദാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. പൊന്നുമോനെ, നിന്നെ ഞങ്ങളെ വെറുതെ വിടച്ചതാണെന്ന് വിചാരിക്കുന്നുണ്ടോടാ? നിന്റെ അനർത്ഥങ്ങൾ കണ്ട്, നിന്റെ മോശത്തരങ്ങൾ കണ്ടുകൊണ്ട്, വേണ്ടാത്തരങ്ങൾ കണ്ടുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ ചോദിക്കുകയാണ്. ദുനിയാവിന്റെ മേച്ചൽ പറന്നുകൊടുത്തു നടക്കുന്ന എന്റെ ചെറുപ്പക്കാരാ, ബിസിനസ്സാണ് എന്റെ ജീവിതമെന്ന് കരുതിപ്പോയവരെ, ഒരുപാട് ആധിക്യങ്ങളാണ് എന്റെ ജീവിതം കരുതിപ്പോയവരെ, ഭാര്യ മക്കളാണ് എന്റെ ജീവിതമെന്ന് കരുതിപ്പോയവരെ, ഇല്ല പൊന്നുപോലെ നിന്നെ വെറുതെയല്ലടാ ഈ ദുനിയാവിലേക്ക് പഠിച്ചത്. മറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, നിന്നെ പരിശോധിക്കാൻ വേണ്ടിയാണടാ, പരിശോധിക്കാൻ വേണ്ടിയാണടാ. അതുകൊണ്ടല്ലേ മുൻഗാമികളായ മഹാത്മാക്കൾ അല്ലാഹുവിന്റെ ജീവിതം എന്നെടുത്തു നോക്കിയാൽ പഠിച്ച റബ്ബേ, അവരുടെ ജീവിതം എന്താ? അവർ ദുനിയാവിനെ കളിയായി കണ്ടവരാണ്, ദുനിയാവിനെ തമാശയായി കണ്ടവരാണ്. എന്തേ? അവർ വിചാരിച്ചതുകൊണ്ട് മാത്രമാ ദുനിയാവിനെ പറ്റി അവർക്ക് വിചാരിക്കുമ്പോൾ മനസ്സിലായതെന്താ? അന്തസ്സുള്ളൊരു ദുനിയാവേ ഇല്ല ഇവിടെ സ്ഥിരവാട്, അവധിയെടുത്ത് മരിച്ചാൽ പിന്നെ ആരടി മണ്ണിൽ ഒരു വീട്. അന്തസ്സുള്ളൊരു ദുനിയാവ് ആർക്കാണിവിടെ സ്ഥിരവാട്, അവധിയെടുത്ത് മരിച്ചാൽ പിന്നെ ആരടി മണ്ണിൽ ഒരു വീട്. ദുനിയാവിനെ പറ്റി അവർ മനസ്സിലാക്കിയത് അത്രമാത്രമാണ്. പഠിച്ചവരെ, ഇവിടെ ഞാൻ കോടികൾ ഉണ്ടാക്കുകയാ, ബിസിനസ്സുകൾ ഉണ്ടാക്കുകയാ, ആധിക്യങ്ങൾ ഉണ്ടാക്കുകയാ. എന്റെ പ്രിയപ്പെട്ട ഇച്ചിലങ്കോടിക്കാരാ, ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ് പൊന്നുപോലെ. ഇന്ന് രാത്രി സദസ്സ് വിരിഞ്ഞ് നിന്റെ ശ്വാസമടഞ്ഞാൽ ആരാണടാ നിനക്കുള്ളത്? നീ കിടന്നിരുന്ന ഡീറോപ്ലക്സ് ബെഡിന്റെ ഭാഗത്ത് നിന്നെ മാറ്റപ്പെടുകയാണ്. അല്ലാഹുവേ, 25,000 30,000 കൊടുത്ത് പഠിപ്പിക്കപ്പെട്ട ഏസി റൂമിന്റെ ഉള്ളറയിൽ നിന്ന് തള്ളിക്കളയുകയാ. എവിടേക്കാണ് എന്റെ മുസ്ലിമേ? നിന്റെ വീടിന്റെ പുറത്തേക്കാണ്. കിടക്കാൻ പോലും മക്കൾ അനുവദിക്കുന്നില്ല. നീയതാ അവിടെ നിന്ന് ധരിച്ചിരുന്ന 10,000 വസ്ത്രങ്ങൾ അവർ ഊരി മാറ്റിയിരിക്കുകയാണ്. എന്നിട്ടോ നിനക്ക് ധരിപ്പിക്കപ്പെടുന്നത് ഒന്നിരിക്കലോ 500 രൂപയുടെ കമ്മടയാണ്, അല്ലെങ്കിലോ 300 രൂപയുടെ ഒരു വെള്ളപ്പൊതിയിൽ നിന്ന് പൊതിയുകയാണ്. എന്നിട്ടോ നിന്റെ ശരീരം തവാഫ് ചെയ്യുകയാണ്.
ചിന്തിച്ചിട്ടുണ്ടോ മുസ്ലിമേ? എന്നിട്ടോ 10 മണിക്കൂറുകൾ കഴിഞ്ഞാൽ പൊന്നുപോലെ ഇന്നലെ രാത്രി നിന്റെ രാത്രികളെ പകലുകളാക്കി മാറ്റിയ നിന്റെ ഭാര്യക്ക് നിന്റെ ശരീരം വേണ്ടടാ. നിനക്ക് മൊത്തം തന്നുകൊണ്ട് നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ കൺകുളിർമയാക്കിയ പ്രിയപ്പെട്ട മക്കൾക്ക് നിന്റെ ശരീരം വേണ്ടടാ. നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാര് ചോദിക്കുകയാണ്, മരണം വരെ നിന്റെ തോളത്ത് പോയിട്ട് നടന്നവർ ചോദിക്കുകയാണ്, എപ്പോഴാണ് ഈ ജഡം കൊണ്ടുപോയി പുറത്തേക്ക് വെക്കുക, എപ്പോഴാ ഇസ്ലാമോട് പള്ളിയുടെ കബർസ്ഥാനിൽ കൊണ്ടുപോയി വെക്കുക എന്ന് ചോദിക്കുമ്പോ എന്താണ് ചെറുപ്പക്കാരാ നിനക്ക് പറയാനുള്ളത്? അങ്ങനെ ഏതാ നിന്റെ ശരീരം 10 മണിക്കൂർ കഴിയുമ്പോ അല്ലാഹുവേ നിന്റെ ആത്മാവ് നിലവിളിക്കുകയാണ്, എന്നു കൊണ്ടുപോയി 50,000 1 ലക്ഷം കൊടുത്ത് ഞാൻ നിർമ്മിച്ച കുളിശെട്ടിൽ ഈ ജഡമൊന്ന് കുളിപ്പിക്കുമോ എന്നാഗ്രഹത്തോടുകൂടെ നിലനിൽക്കുമ്പോ പൊന്നുപോലെ നിന്റെ ശരീരത്തിൽ നീ ഉണ്ടാക്കിയ 1 ലക്ഷവും 10,000 കൊടുത്ത് നിർമ്മിച്ചുണ്ടാക്കിയ കുളിശെട്ടിൽ പോലും നിന്നെ കുളിപ്പിക്കാൻ അനുവദിക്കുന്നില്ല. നിന്റെ ശരീരം കൊണ്ടുവരികയാ. എവിടേക്കാ കൊണ്ടുവരുന്നത്? പൊന്നുപോലെ നിന്റെ ശരീരം കൊണ്ടുവരുന്നത് വീടിന്റെ പുറത്തേക്കാണടാ. വീടിന്റെ ഉള്ളറയിൽ പോലും കുളിപ്പിക്കാൻ അനുവാദമില്ല. 100 രൂപയുടെയോ 200 രൂപയുടെ പ്ലാസ്റ്റിക് കൂട്ടയിൽ പൊതിഞ്ഞുകൊണ്ട് നിന്റെ ശരീരം വിജനമായ പ്രദേശത്ത് വെച്ച് കുളിപ്പിക്കുകയാ. എന്നിട്ടോ നിന്റെ ശരീരം കുളിപ്പിച്ച് പരിശുദ്ധമായ വീടിന്റെ ഉള്ളറയിൽ കൊണ്ടുവന്ന് നിനക്കിത് അവസാനത്തെ വേർപാടാണ്. കോടിക്കണക്കായ സമ്പത്തുകൾ നിന്റെ ശരീരത്തിന്റെ മുൻവശത്ത് വെച്ച് എന്നിതാ ഇച്ചലങ്കോട് പള്ളിയുടെ ചാരത്തേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവേ എന്റെ കൂട്ടുകാരന്റെ കല്യാണത്തിന് വേണ്ടി വാങ്ങിച്ചു വെച്ച 20,000 വസ്ത്രമാണ്. ഒരു ഭാഗത്ത് 10,000 കൊടുത്തുണ്ടാക്കിയ സൂട്ടും കാട്ടാണ്. അല്ലാഹുവേ അതെനിക്ക് ധരിപ്പിക്കുമല്ലോ എന്ന ആഗ്രഹത്തോടുകൂടെ നീ നിലനിൽക്കുമ്പോ പൊന്നുപോലെ അതുപോലും ധരിക്കാൻ നിന്റെ പ്രിയപ്പെട്ട മക്കൾ അനുവദിക്കുന്നില്ല. 3 പട കപടകളിൽ നിന്നെ പൊതിയുകയാണ്. എന്നിട്ടോ ഈ പരിശുദ്ധ പള്ളിക്കാട്ടിലേക്ക് നിന്നെ കൊണ്ടുവന്നവരെല്ലാവരും കൈവടിഞ്ഞാൽ പൊന്നുപോലെ അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ മുൻഗാമികളായ മഹാത്മാക്കൾ അവർ ജീവിതം വെടിഞ്ഞത്. അവർ ജീവിതത്തിനെ പറ്റി മനസ്സിലാക്കിയതെന്താ? ഈ ദുനിയാവിനെ പറ്റി അവർ വിചാരിച്ചതെന്താ? ഇന്നലില്ലാഹി വാദൻ ഫുതനാ ഖല്ലഖു ദുനിയാ വഖാഫുൽ ഫിതനാ. അവർ ദുനിയാവിനെ തലാഖ് ചൊല്ലിയവരാണ്. പടച്ചറബേ ഇങ്ങനെയുള്ള ഫിത്നയുടെ വിടമാകുന്ന ദുനിയാവ് എനിക്ക് വേണ്ട അല്ലാഹ്. എന്നിട്ടോ ഈ ദുനിയാവിനെ അഗാധമായവർ ചിന്തിച്ചപ്പോ, ദുനിയാവിനെ പറ്റി അവർ മനസ്സിലാക്കിയപ്പോ അവരുടെ ചിന്തയുടെ അഗാധമായ ഉള്ളറയിൽ കടന്നുപോയതെന്താണ്? അന്നഹാ ലൈസത് ലിഹയ്യിൻ വതനാ. ബുദ്ധിയുള്ള മനുഷ്യനിക്ക് ജീവിക്കാൻ പറ്റിയ വിടമല്ല. അവർ മനസ്സിലാക്കിയത് ഇത് ബുദ്ധിയുള്ള മനുഷ്യനിക്ക് ജീവിക്കാൻ പറ്റിയ ഒരു ഇടമല്ല ഈ ദുനിയാവ് എന്നുള്ളത്. അതുകൊണ്ട് അവർ ദുനിയാവിനെ മുൻകൂട്ടി കരുതിയില്ല. അവർ ശാശ്വത ലോകത്തേക്ക് ഒരുപാട് വിരിക്കി വെച്ചു. അതല്ലേ നമ്മുടെ ഈ തൊട്ടടുത്ത കാസർഗോഡ് ജില്ലയുടെ ഖാളിയാർ ബഹുമാനപ്പെട്ട ബാവ മുസ്ലിയാർ എന്ന് പറയുന്ന മഹാനുഭാവൻ, അല്ലാഹുവേ അദ്ദേഹത്തിന്റെ കബറിടം സ്വർഗീയ ആരാമമാക്കി കൊടുക്കണേ അല്ലാഹ്. ആ മഹാനുഭാവൻ മരണപ്പെട്ടു. ഒരുപാട് സമ്പത്തുകളുടെ കോടിക്കണക്കായ കാസർഗോഡ് ജില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഗൾഫ് എന്ന് അറിയപ്പെടുന്ന ഒരു ജില്ലയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുപാട് മഹാത്മാക്കളുടെ ബർക്കത്ത് കൊണ്ട് അവരുടെ സമ്പത്ത് അല്ലാഹു നിലനിർത്തി കൊടുത്തപ്പോ ആ സമ്പത്തിന്റെ മുകൾ ഭാഗത്ത് ഒരുപാട് ഐശാരങ്ങളുണ്ടാക്കി ജീവിക്കുന്ന കാസർഗോഡ് ജില്ലയുടെ മഹോന്നതമായ ഖാളി പദവി അലങ്കരിച്ചുകൊണ്ട് ജീവിച്ച ബഹുമാനപ്പെട്ട ബാവ മുസ്ലിയാർ ഈ ലോകത്തിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയപ്പോ അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ പരിശോധന ഒരുപാട് പരിശോധിച്ചു. സുബ്ഹാനല്ലാഹ് നാട്ടിലേക്ക് കടന്നുപോയി. എന്നിട്ടോ പല ആളുകളോടും അദ്ദേഹത്തിന്റെ സമ്പത്തിനെ പറ്റി ചോദിച്ചു. കോടിക്കണക്കായ സമ്പത്തുകൾ ഒരൊറ്റ വിരളനക്കിയാൽ മഹാനുഭാവൻ ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ ബാവുസ്താദ് ഈ ലോകത്തു നിന്ന് മരണപ്പെട്ടു പോയപ്പോ അവസാനമായി ബഹുമാനപ്പെട്ട ഇന്നിതാ കാസർഗോഡ് ജില്ലയുടെ ഖാദിസ്ഥാ പദവി അനുകരിക്കുന്ന ആലുകുട്ടി ഉസ്താദ് കിടന്നു വരുമ്പോ ആ ബെഡൊക്കെ ക്ലിയർ ചെയ്യുമ്പോ, റൂമൊക്കെ ക്ലീനിങ് ചെയ്യുമ്പോ ആ ബെഡിന്റെ താഴ്വരയിൽ കണ്ടുപോയത്
പോയത് 312 രൂപയാണ്. എന്തേ? അവർ ദുനിയാവിനെ മോഹിക്കാത്തവരാ. ദുനിയാവ് ബുദ്ധിയുള്ള മനുഷ്യനിക്ക് ജീവിക്കാൻ പറ്റിയവിടമല്ല. അതുകൊണ്ട് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പൊന്നുമോനെ, മരണത്തിന്റെ ഭീകരതയെ കേൾക്കാൻ വന്നവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, പൊന്നുമോനെ, ഈ ദുനിയാവ് നിന്റെ ശാശ്വത ലോകമല്ല. ഇവിടെ ജീവിക്കുമ്പോൾ നീ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ പറയുകയാണ്, ഫിദ്ദുന്യാക അന്നക ഗരീബ് ഔ ആബിറു സബീൽ വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. ദുനിയാവിൽ നീ ജീവിക്കുമ്പോ, ഒന്നുപോലെ ഇസ്ലാംകോടിൽ നീ ജീവിക്കുമ്പോ, ഒരു വിദേശ രാജ്യത്ത് ജീവിക്കുന്നവനെ പോലെ നീ ജീവിക്കണമെടാ. ദുനിയാവിൽ ജീവിക്കുമ്പോ, ഇസ്ലാംകോടിൽ ജീവിക്കുമ്പോ, ഇസ്ലാംകോടിൽ നിന്ന് ബഹുമാനായ ഇവിടുത്തെ ഖതീബ് ഉസ്താദ് ഒരുപാട് ആളുകളെ പേര് വായിച്ചില്ലേ? ലൈവായി പരിപാടികൾ രാജ്യത്ത് കാണുന്നവരില്ലേ? ഭാര്യ മക്കളെ ത്യജിച്ചിട്ട് പോയതെന്തിനാ? അവർക്ക് നാടിനോട് താല്പര്യമില്ലാതെ ആയിട്ടല്ല, കുടുംബത്തോട് അവർക്ക് താല്പര്യമില്ലാതെയല്ല അവർ വിദേശ രാജ്യത്തേക്ക് കടന്നുപോയത്. മറിച്ച് എന്തിനാണെന്നറിയോ? ദിവസത്തിന്റെ രണ്ടറ്റം കൂട്ടുമുട്ടിക്കാൻ പ്രയാസപ്പെടുമ്പോ, വിഷമിക്കുമ്പോ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോ, പടച്ച റബ്ബേ, എന്റെ അയൽക്കാരനെ പോലെ എനിക്ക് നല്ല വീട് പണിയണം, എന്റെ പൊന്നുമോള് കെട്ടിച്ചേക്കണമെന്ന ആഗ്രഹത്തോടുകൂടെ കടന്നുപോയവരാ. പടച്ച റബ്ബേ, അവരുടെ പരിശുദ്ധമായ ശരീരം ഇവിടെയാണെങ്കിലും ഇന്നിതാ അവരുടെ അറിവാകുകളുണ്ടല്ലോ ഇച്ചിലങ്കോട്, ഈ പരിശുദ്ധമായ വിജ്ഞാന സദസ്സിന്റെ തീരത്താട്. എന്തേ? ഒരൊറ്റ കാരണമാണ്, അവർക്ക് നാടിനോടുള്ള കൊതി കൂടിയിട്ടില്ല, നാടിനോടുള്ള അത്യാശ അവിടുന്ന് കൊതി കൊണ്ടിട്ടല്ല, മറിച്ച് വിദേശ രാജ്യത്തോടുള്ള വ്യാമോഹത്തോടുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അവർക്ക് അവരുടെ നാടിനോടുള്ള താല്പര്യമാണ്. എന്റെ ഭാര്യ മക്കൾ എന്ത് ചെയ്യുന്നുണ്ട്? എന്റെ പ്രിയപ്പെട്ട കുടുംബക്കാരെന്ത് ചെയ്യുന്നുണ്ട്? പടച്ച റബ്ബേ, ആ ഭാര്യ മക്കൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? അവിടെ ഞാൻ എപ്പോഴാണ് എത്തിപ്പെടുന്നത് എന്ന ആഗ്രഹത്തോടുകൂടെ വിദേശ രാജ്യത്ത് 1 വർഷത്തിന്റെയോ 2 വർഷത്തിന്റെ വിസയിലൂടെ പോയി ചിലങ്കോട് കാരണം ജീവിക്കുന്നത് പോലെ, പൊന്നുപോലെ, ഈ ദുനിയാവിൽ നീ ജീവിക്കണമെടാ. അല്ലെങ്കിൽ ചിലങ്കോട് നീ ബന്ദിയോട് കടന്നു പോകുമ്പോ, അല്ലെങ്കിൽ ചിലോട് നിന്ന് കാസർഗോഡ് പോകുമ്പോ, ഓരോ ബസ്സുകൾ വരുമ്പോ, സുബ്ഹാനല്ലാഹ്, എന്റെ ബസ്സാണോ കാസർഗോഡിലേക്ക് പോകുന്ന ബസ്സാണോ? വെയിറ്റിംഗ് ഷെഡിൽ നിന്നുകൊണ്ട് നീ താമസിക്കുന്നത് പോലെ, ബസ് സ്റ്റോപ്പിൽ നിന്നുകൊണ്ട് നീ അവിടെ നിന്ന് കാത്തു പ്രതീക്ഷിക്കുന്നത് പോലെ, ദുനിയാവിൽ അസ്റായീലാകുന്ന വണ്ടി എപ്പോഴാണ് വരിക എന്ന് കാത്തു പ്രതീക്ഷിക്കണമെന്ന് ലോകത്തിന്റെ നേതാവ് പറയുമ്പോ, നിന്റെ ശരീരമുണ്ടല്ലോ, ആ ശരീരത്തില് ഏത് പ്രസ്ഥാനത്തിന്റെ മെമ്പർഷിപ്പ് എടുത്തവനായാലും പ്രശ്നമില്ല, നീ ഏത് സംഘടനയുടെ മെമ്പറായാലും പ്രശ്നമില്ലടാ. മറിച്ച് നിന്റെ ആദ്യത്തെ സംഘടന, നിന്റെ ആദ്യത്തെ മെമ്പർഷിപ്പ് ഏതാണെന്നറിയോ? ചിലങ്കോട് പള്ളിയുടെ കബറാകുന്ന മണ്ണറക്കോടിന്റെ ഉള്ളറയില് അധിവസിക്കുന്ന മുഅ്മിനീങ്ങൾക്കുള്ള തൊട്ടടുത്ത് എന്റെ പേര് കബർസ്ഥാനം ഉറപ്പോ എന്ന ബോധത്തോടുകൂടെ എപ്പോഴാണ് നീ ജീവിക്കുന്നത്? അന്നാണ് നിനക്ക് മരണത്തിന്റെ ഓർമ്മ ഉണ്ടാവുക. ആദരവായ റസൂലുള്ള പറയുമ്പോ, ഗ്യാരണ്ടിയില്ല ചെറുപ്പക്കാരാ, ഗ്യാരണ്ടിയില്ലടാ. ഈ ദുനിയാവ് അങ്ങനെയല്ലേ? എത്ര പേരാണ് നിന്നെ പോലോത്ത് തുണക്കൂട്ടമാർ ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോയത്? അല്ലാഹുവേ, നാളേക്ക് വേണ്ടി ജീവിതത്തിന് ബാക്കി വെച്ചവർ, ഒരുപാട് ദുനിയാവിലുണ്ടാക്കണമെന്ന് ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിന്റെ ഉള്ളറയിൽ ഒതുക്കി വെച്ചവർ, ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോയവരെത്രയാ? ഈ അടുത്ത കാലത്താണ്, ഏകദേശം 1 മാസങ്ങൾക്ക് മുമ്പ്, എന്റെ പ്രിയപ്പെട്ടവർ ഇതുപോലത്തെ 100കണക്കായ പ്രഭാഷണ വേദികളിലേക്ക് വീതൽ കടന്നു പോകുമ്പോ, പ്രിയപ്പെട്ടവർ ചെറുപ്പക്കാരന്റെ പരിചയമാവുകയാണ്. നല്ലൊരു ചെറുപ്പക്കാരനാ, വിദേശ രാജ്യത്തേക്ക് കടന്നുപോയവരാ, പ്രിയപ്പെട്ട പെങ്ങൾക്കുള്ള വിവാഹത്തിന് വേണ്ടി, വീട് നിർമ്മാണത്തിന് വേണ്ടി കടന്നുപോയവരാ. അല്ലാഹുവേ, നാട്ടിൽ നിന്നാൽ ഒന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന വേദനയോടുകൂടെ വിദേശ രാജ്യത്തേക്ക് കടന്നുപോയി ആഗ്രഹങ്ങളെ പൂവണിയാനാകുന്ന സമയമാ. 3 വർഷങ്ങൾ വിദേശ രാജ്യത്ത് പിന്നിടുമ്പോ, പടച്ച റബ്ബേ, നാട്ടിലേക്ക് കടന്നു വരുന്ന ആ ചെറുപ്പക്കാരൻ ഫോൺ വിളിച്ചുകൊണ്ട് പറഞ്ഞതാണ്, ഉസ്താദേ, ഞാൻ
നാട്ടിലേക്ക് നാളെ കടന്നു വരുന്നവനാണ്. വ്യാഴാഴ്ച വിളിച്ചു പറഞ്ഞവരാണ്, നിങ്ങൾ ജോലി ചെയ്യുന്ന മഹലിലേക്ക് എനിക്കൊന്ന് കടന്നു വരണേ, കടന്നു വരാൻ താല്പര്യമുണ്ട് ഉസ്താദേ, വെള്ളിയാഴ്ച ഞാൻ ജുമാക്ക് വരുമെന്ന് പറഞ്ഞു പോയവനാ. ഫ്ലൈറ്റിലിരിക്കുന്ന 2 മിനിറ്റിന് മുമ്പ് ഫോൺ വിളിച്ചുകൊണ്ട് സന്തോഷം പങ്കിട്ട് നാട്ടിലേക്ക് എത്തിയ ചെറുപ്പക്കാരൻ അല്ലാഹുവേ രാവിലെ 8 മണിക്ക് വീട്ടിലേക്ക് എത്തിപ്പോയതാണ്. ആ ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് എത്തിയപ്പോ ശരീരത്തിൽ തളർച്ച തോന്നുകയാണ്, ശരീരത്തിൽ വല്ലാത്ത വേദനയാണ്. പ്രിയപ്പെട്ട ഉമ്മയെ വിളിക്കുകയാണ്, ഉമ്മ എന്റെ ശരീരം ആകെ തളർന്നു പോയിരിക്കുകയാണ്, വല്ലാത്ത ക്ഷീണമാണ്, എനിക്കൊരു ആശ്വാസം പകർന്നു തരുമോ എന്ന് ചോദിക്കുമ്പോ പ്രിയപ്പെട്ട ഉമ്മ പറഞ്ഞു പോയതാണ്, ദുനിയാവിനെ വ്യാമോഹിക്കുന്നു എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരുപാട് മോശത്തരങ്ങൾ, കള്ളുകുടികൾ, അഴിഞ്ഞാട്ടങ്ങൾ, വേണ്ടാത്തരങ്ങൾ ചെയ്തുകൊണ്ട് ഈ ദുനിയാവിന്റെ വ്യാമോഹങ്ങൾക്കൊത്ത് ജീവിക്കുന്ന എന്റെ മുസ്ലിമേ, നിന്നെ പോലെ 27-കാരനല്ല, നിന്നെ പോലെ വിവാഹം കഴിച്ചവനല്ല, നിന്നെ പോലെ 25-കാരനല്ലടാ, 21-കാരനായ ചുണക്കുട്ടനാണ്. പടച്ചറബേ, ഞായറാഴ്ച നടക്കുന്ന പെങ്ങളുടെ വിവാഹത്തിന് വേണ്ടി നാട്ടിലേക്ക് കടന്നു വന്നവനാ, സന്തോഷം പങ്കിടാൻ വേണ്ടി ഒരുപാട് സ്വർണങ്ങളും വീട് നിർമ്മാണത്തിന് വേണ്ടിയുള്ള പണങ്ങളുമായി കടന്നു വന്നവനാ. അല്ലാഹുവേ, ആ ചെറുപ്പക്കാരന്റെ തളർച്ച വല്ലാതെ കൂടിയപ്പോ, ആ അസുഖം വല്ലാതെ ഊർജിച്ചപ്പോ ഉമ്മ പറയുകയാണ്, പൊന്നുമോനെ ഇന്ന് ഉസ്താദിന്റെ അടുത്ത് നീ കടന്നു പോകണ്ടടാ, ഇൻഷാ അല്ലാഹ് എല്ലാം ശരിയായതിന്റെ ശേഷം നമുക്കൊന്ന് കടന്നു ചെല്ലാമെന്ന് പറയുമ്പോ പൊന്നുമോന് ഫോൺ വിളിച്ച് പറഞ്ഞതാണ്. 3 മണിക്ക് ഫോൺ വിളിച്ചു പറഞ്ഞു പോയ പൊന്നുമോനാട്, ഉസ്താദേ എന്റെ പെങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഞാനിതാ തിങ്കളാഴ്ച നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരുമെന്ന് പറഞ്ഞു പോയ എന്റെ പ്രിയപ്പെട്ട ആത്മീയ സുഹൃത്താണ് എന്റെ മുസ്ലിമേ. ആലോചിക്കാൻ വേണ്ടി പറയുകയാണ്. ആ ചെറുപ്പക്കാരൻ 5 മണിയാകുമ്പോ വൈകുന്നേരം പിന്നിടുമ്പോ ശരീരത്തിന്റെ വേദന വല്ലാതെ ഊർജിച്ചപ്പോ പ്രിയപ്പെട്ട മാതാപിതാക്കളെ വിളിച്ചപ്പോ അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അല്ലാഹുവേ, പെങ്ങളുടെ മംഗലത്തിന് വേണ്ടി, പെങ്ങളുടെ കല്യാണത്തിന് വേണ്ടി കടന്നു വന്നവനല്ലേ, വല്ലതും സംഭവിച്ചു പോയാൽ അബദ്ധമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മംഗലാപുരത്തിന്റെ സ്വകാര്യ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചപ്പോ സുബ്ഹാനല്ലാഹ്, ഡോക്ടർമാർ കൊടുത്തുപോയ സർട്ടിഫിക്കറ്റ് എന്താണെന്നറിയോ? ദുനിയാവിന്റെ ആർഭാടങ്ങളൊക്കെ ജീവിക്കുന്ന എന്റെ ഇച്ചിലങ്കോടിലെ ചെറുപ്പക്കാരാ, ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്. ആ ചെറുപ്പക്കാരന് വൈദ്യർ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ഈ ചെറുപ്പക്കാരന്റെ 2 കിഡ്നികളും തകരാറായിരിക്കുകയോ. ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളാണ്. നിങ്ങളെങ്ങാനും ഈ പൊന്നുമോനെ ഡയാലിസിസ് ചെയ്താൽ, അല്ലെങ്കിൽ കിഡ്നി മാറ്റിവെച്ചാൽ ഈ പൊന്നുമോൻ 30 ദിവസം ഈ ലോകത്ത് ജീവിക്കാമെന്ന ആശ്വാസത്തോടുകൂടെ മാതാപിതാക്കളെ പറഞ്ഞേക്കുമ്പോ പൊന്നുമോനെ അവിടുന്ന് കിഡ്നി മാറ്റിയെടുത്ത് വെക്കാനുള്ള എല്ലാവിധ ഒരുക്കത്തിലൂടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ കടന്നു വരുമ്പോ അല്ലാഹുവേ, തിങ്കളാഴ്ച ഞങ്ങൾ വന്നുകൊണ്ട് എല്ലാവിധ കാര്യങ്ങളും ചെയ്യാ. ഇന്നിതാ ഞായറാഴ്ച പൊന്നുമോന്റെ പെങ്ങളുടെ വിവാഹമാണ്, അതിനൊരു സൗകര്യം ഒരുക്കി തരുമോ എന്ന് വൈദ്യരോട് ചോദിച്ചു പോയതാണ്. വൈദ്യര് സമ്മതിച്ചു പത്രേ, വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. ശക്തമായ തണുപ്പ് പിടിച്ച പൊന്നുമോന്, ശരീരമാകെ തണുത്തുപോയ പൊന്നുമോൻ, ക്ഷീണിതനായ പൊന്നുമോനോട് പ്രിയപ്പെട്ട ഉമ്മ കിടന്നുറങ്ങാൻ പറയുമ്പോ 9 മണിക്ക് വിളിക്കാൻ പറഞ്ഞു പോയ പൊന്നുമോനാട് 9 മണിക്ക് ഉമ്മ വിളിക്കുമ്പോ അല്ലാഹുവേ, ആ പൊന്നുമോന്റെ അനക്കമില്ല, ശരീരത്തിന് ചലനമില്ല. ഭക്ഷണം കഴിക്കാൻ വേണ്ടി, നമസ്കരിക്കാൻ വേണ്ടി ഉമ്മ വിളിക്കുമ്പോ പൊന്നുമോന്റെ ശരീരം അനങ്ങുന്നില്ല. പാവപ്പെട്ട പൊന്നുമോന്റെ ആ ശരീരത്തിലെ ഉമ്മ ഒന്ന് തൊട്ടു നോക്കുമ്പോ പൊന്നുമോന് കിടന്നിറങ്ങട്ടെ, വിദേശ രാജ്യത്തിന്റെ ക്ഷീണം മാറ്റുന്നതായിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഉമ്മ 10 മണിക്ക് പൊന്നുമോനെ വിളിക്കുകയാണ്. ഇല്ല, ആ പൊന്നുമോന്റെ ശരീരത്തിൽ അനക്കമില്ല. പ്രിയപ്പെട്ടവരെ, 11 മണിയാകുമ്പോ പൊന്നുമോനെ വിളിക്കുമ്പോ ആ ശരീരമാകെ തളർന്നു കിടന്നിരിക്കുകയാ. അവസാനമായി വൈദ്യരെ വിളിക്കുമ്പോ അല്ലാഹുവേ, 21-കാരനായ ചെറുപ്പക്കാരന് അവിടുത്തെ വൈദ്യരെ കൊടുത്ത സർട്ടിഫിക്കറ്റ് ഈ ലോകത്തിൽ നിന്ന് ശാശ്വത ലോകത്തിലേക്കുള്ള 1ാമത്തെ വീടാകുന്ന ഖബറാകുന്ന മണ്ണറക്കൂടിലേക്ക് പാലായനം ചെയ്തിരിക്കുകയാണ് നിങ്ങളുടെ പൊന്നുമോനെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഉമ്മയ്ക്കിന്നും ഇതാ ബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തേ ഗ്യാരണ്ടി ഇല്ലടാ, ഈ ദുനിയാവ് ഗ്യാരണ്ടി ഇല്ലടാ. ഈ പ്രസംഗിക്കുന്ന മൈക്കിന്റെ ചെറുപ്പക്കാരാ, ഈ പ്രിയപ്പെട്ടവനെ കൊണ്ടുവന്നത് 2 വർഷത്തിന്റെ ഗ്യാരണ്ടിയോടുകൂടിയാണെങ്കിൽ പ്രസംഗിക്കുന്ന അബ്ദുൽ കരീം വൈദ്യുണ്ടല്ലോ 2 സെക്കൻഡിന്റെ ഗ്യാരണ്ടി ഇല്ല.
ആയിരക്കണക്കായ പതിനായിരക്കണക്കായ 6 മാസങ്ങൾ ഗ്യാരണ്ടി വെച്ചുകൊണ്ട് മൊബൈൽ യൂസ് ചെയ്യുന്നവരെ, ഈ യൂസ് ചെയ്യുന്ന മൊബൈലിന് 6 മാസത്തിന്റെ ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്ന നിനക്കുണ്ടല്ലോ 6 സെക്കൻഡിന്റെ ഗ്യാരണ്ടി ഇല്ലടാ. അതുകൊണ്ട് ദുനിയാവിൽ നീ എപ്പോഴും ജീവിക്കേണ്ടത് നിന്റെ ഏറ്റവും വലിയ പ്രസ്ഥാനം, നിന്റെ ഏറ്റവും വലിയ സംഘടന ചിലങ്കോട് പള്ളിയുടെ ഖബർസ്ഥാനിൽ കിടക്കുന്നവരുടെ ചാരത്ത് വെച്ച് അല്ലാഹുവേ ഞാനും കിടക്കണമെന്ന ബോധത്തോടുകൂടെ ഈ 4ാമത്തെ ജീവിതത്തിൽ നീ ജീവിക്കണമടാ. അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ ഈ 4ാമത്തെ ലോകത്തിന് അവധി കഴിയുമ്പോ ഏതൊരു റബ്ബിന്റെ കൽപ്പനയോടുകൂടെയാണോ ഉമ്മാന്റെ കൊച്ചുലോകമാകുന്ന ഗർഭാശയത്തിന്റെ ഉള്ളറയിൽ കഴിയുമ്പോ നിന്റെ ശരീരത്തിലേക്ക് ആത്മാവിനെ നിക്ഷേപിച്ചത്, അതേ റബ്ബിന്റെ സമ്മതത്തോടുകൂടെ മറ്റൊരു മലക്ക് വന്ന് നിന്റെ പരിശുദ്ധ ശരീരത്തിന്റെ ആത്മാവിനെ പിഴുത്തെടുക്കുകയാണ്. ഫദാലിക്കൽ മൗത്ത്. അതാണ് ഈ ആത്മാവിനെ പിടിച്ചു വെക്കാൻ ഒരുപാട് കാലമായി ശാസ്ത്രലോകം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മാവിനെ പിഴുത്തെടുക്കുന്ന ആ രംഗം അതിഭയാനകരമാണ്. പക്ഷേ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ട് ശരീരത്തിൽ തന്നെ അത് അധിവസിക്കാനുള്ള ഒരു മാർഗം കണ്ടുപിടിക്കാനുള്ള ഒരുപാട് ഗവേഷണം നടത്തുന്ന ശാസ്ത്രലോകം ഒരുപാട് കാലങ്ങളായി. പക്ഷേ ആധുനിക ശാസ്ത്രലോകത്തിന് അത് കഴിയില്ല. ഏത് കാര്യത്തിലും മികച്ചു നിൽക്കുന്ന ശാസ്ത്രലോകം വാനലോകത്ത് ഒരു പന്ത് പോലെ പന്താളിച്ചു നിൽക്കുന്ന ചന്ദ്രന്റെ അരികിലേക്ക് പോയി ഗവേഷണം നടത്താൻ കഴിവുള്ള ശാസ്ത്രലോകം ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ 6 ഭാഗങ്ങളെ വെട്ടിമാറ്റിയെടുത്ത് 6 ശരീരങ്ങൾക്ക് വെച്ചുപിടിപ്പിക്കാൻ കഴിവുള്ള ശാസ്ത്രലോകം ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ ഉള്ളറയിലുള്ള എല്ലുകൊണ്ട് പൊതിയപ്പെട്ട ഹൃദയത്തെ മാറ്റിയെടുത്തുകൊണ്ട് കിലോമീറ്ററുകൾ അകലെയുള്ള എത്രയോ വിദൂരതയിലുള്ള ഹോസ്പിറ്റലിലേക്ക് കടന്നു ചെന്നുകൊണ്ട് മറ്റൊരു മനുഷ്യനിക്ക് വെച്ചുപിടിപ്പിക്കാൻ കഴിവുള്ള ശാസ്ത്രലോകം ഇന്നേ വരെ ആ ശാസ്ത്രലോകത്തിലേക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ആധുനിക ശാസ്ത്രലോകം ആത്മാവിനെ പിടിച്ചു നിർത്താനുള്ള പരിശ്രമത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആധുനിക ശാസ്ത്രലോകത്തെ വെല്ലുവിളിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ യസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹ് മിൻ അംരി റബ്ബി. തങ്ങളോടവർ ആത്മാവിനെ പറ്റി ചോദിക്കുകയാണ്. കാലം വരുമ്പോ ആധുനിക ശാസ്ത്രലോകം ഈ ആത്മാവിനെ പിടിച്ചു നിർത്തുന്ന കാര്യം ചോദിക്കുമ്പോ തങ്ങളെ ആത്മാവിനെ കൈകടത്താൻ ആർക്കും സാധ്യമില്ല. ആത്മാവിനെ കൈകടത്താൻ ഒരൊറ്റ ജീവിക്കും സാധ്യമില്ല. ഒരു ആധുനിക ശാസ്ത്രലോകത്തിനും കഴിയില്ല. ആത്മാവിന്റെ കാര്യമുണ്ടല്ലോ ഖുലിർ റൂഹ് മിൻ അംരി റബ്ബി. അതിന്റെ റബ്ബിന്റെ കൽപ്പനയിൽപ്പെട്ടതാണ്. അതിന്റെ റബ്ബിന്റെ കൽപ്പനയാ, അതിന്റെ റബ്ബിന്റെ കാര്യമാ. ആത്മാവിന്റെ വിഷയത്തിൽ ആർക്കും കൈകടത്താൻ പറ്റൂല എന്ന് പറയുമ്പോ ആധുനിക ലോകത്ത് മനുഷ്യ ശരീരത്തെ രക്ഷപ്പെടുത്താൻ കഴിവുള്ള ശാസ്ത്രലോകം പോലും പരാജയപ്പെടുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ശരീരത്തിന്റെ ആത്മാവിനെ പിടിച്ചു നിർത്താൻ എല്ലാ ശക്തികളും പരാജയപ്പെടുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറയുകയാണ് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ശരീരമുണ്ടല്ലോ, ദുനിയാവിൽ അധിവസിക്കുന്ന എല്ലാ അനങ്ങുന്ന വസ്തുക്കളുണ്ടല്ലോ, അത് മരണത്തിന്റെ രുചി നോക്കുന്നതാണ്. അതുകൊണ്ട് മുത്തറസൂൽ പറയുന്നു ദിവസത്തിൽ 2 പ്രാവശ്യമെങ്കിലും 2 തവണയെങ്കിലും നിങ്ങൾ മരണത്തിന് ഓർക്കണം. ഇന്നത്തെ ദിവസം 2 പ്രാവശ്യം ഓർത്താളുണ്ടോ? 2 തവണ ഉണ്ടോ? ഉസ്താദേ ഞാൻ 2 തവണ മരണത്തെ ഓർത്തിട്ടുണ്ടോ? പറയാൻ പറ്റും. മുടിയെല്ലാം നരിച്ചില്ലേ, താടി നരിച്ചു. ഇത്തിരി പേർക്കാൻ പറയാൻ പറ്റാം ഉസ്താദേ ഞാൻ ഇന്നത്തെ ദിവസം രാവിലെ എഴുന്നേറ്റ് ഇത്തിരി സമയമായി 2 തവണ മരണത്തിന് നടത്തി. യുവാക്കളായാലും പ്രശ്നമില്ല, വാർദ്ധക്യമുള്ള ആളായാലും പ്രശ്നമില്ല, കാരണവന്മാരായാലും പ്രശ്നമില്ല. പറയാൻ പറ്റും 2 തവണ മരണത്തെ ഓർത്തു ഉസ്താദേ പറയാൻ പറ്റും. എന്റെ പ്രിയപ്പെട്ടവരെ മരണത്തിന് ഓർക്കണം. ദിവസത്തിലെ 2 പ്രാവശ്യം. 1 രാത്രി കിടന്നുറങ്ങുമ്പോ കേവലം മരണത്തിന് ഓർക്കൽ മാത്രമല്ല, അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് രാവിലെ രാത്രി കിടക്കുന്ന നേരത്ത് നീ വുളൂ ചെയ്യണം.
രാത്രി കിടന്നുറങ്ങുന്ന നേരത്ത് ഈ വിജ്ഞാന സദസ്സിൽ വെറുതെ നിരൂപണമാക്കി പ്രഭാഷണത്തിന് നിങ്ങൾ മാറ്റാൻ പാടില്ല. എന്തെങ്കിലും 30 ദിവസം പ്രഭാഷണം നടക്കുമ്പോ ഓരോരോ പണ്ഡിത വര്യന്മാർ ഇവിടെ വന്ന് പ്രഭാഷണം നടത്തുമ്പോൾ ഒരു ആസ്വാദനമോ അല്ലെങ്കിൽ ഒരു നിരൂപണമാക്കി പ്രഭാഷണത്തിന് നിങ്ങൾ മാറ്റാൻ പാടില്ല. മറിച്ച് എന്തെങ്കിലും ഒരു ഇൽമ് ഇതൊന്നും നമ്മൾ നേടിയെടുക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. രാവിലെ രാത്രി കിടന്നുറങ്ങുന്ന നേരത്ത് വുളൂ ചെയ്യാറുണ്ട്. ഇന്ന് മുതൽ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ അതിൽ വലിയ നേട്ടമുണ്ട്. രാത്രി ഒരു മനുഷ്യൻ കിടന്നുറങ്ങുന്ന നേരത്ത് അവൻ വുളൂ ചെയ്യുകയാണെങ്കിൽ വുളൂ ചെയ്യുന്നവന്റെയും ചെയ്യാത്തവന്റെയും ഇടയിലുള്ള വ്യത്യാസം, രാത്രി കിടന്നുറങ്ങുക എന്ന് പറഞ്ഞാൽ താൽക്കാലികമായി ലോകത്തിൽ നിന്ന് വിട പറയല, താൽക്കാലികമായി ലോകത്തിൽ നിന്ന് മരണപ്പെടല. ഒരു മനുഷ്യന് അവിടുന്ന് അവൻ ഉറങ്ങിക്കിടക്കലോടുകൂടെ അവന്റെ കണ്ണുകൾ അവിടുന്ന് ഉറങ്ങിവെക്കും മയങ്ങലോടുകൂടെ അവന്റെ ആത്മാവ് നേരെ അല്ലാഹുവിന്റെ അർശിന്റെ താഴ്വരയിലേക്ക് പോവുകയാണ്. വുളൂ ചെയ്തവന്റെ ആത്മാവും പോവും, ചെയ്യാത്തവന്റെ ആത്മാവും പോയി അല്ലാഹുവിന്റെ ആ പരിശുദ്ധ ലോകത്ത് അല്ലാഹുവിന്റെ വുളൂ ചെയ്തവന്റെ ആത്മാവ് സുജൂദ് ചെയ്യുകയാണ്. സുജൂദ് ചെയ്തുകൊണ്ട് അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ ഒരുപാട് സമയമായി അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഇന്നത്തെ രാത്രി വുളൂ ചെയ്ത് കിടന്നുപോയ മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യനാണ്, പുറത്തു കൊടുക്കണേ അല്ലാഹ്, കൃപ ചെയ്യണേ അല്ലാഹ്. എന്റെ ആയുഷ്കാലത്തിലൊക്കെയും അത് പ്രാർത്ഥിക്കും. ആത്മാവ് സുജൂദ് ചെയ്യാനുള്ള കാരണം നീ വുളൂ ചെയ്തതുകൊണ്ടാണ്. അതേ സമയത്തോ വുളൂ ചെയ്യാത്ത മനുഷ്യന്റെ ആത്മാവ് അവിടെ നിന്ന് ഈ മനുഷ്യന് ശപിക്കുകയാണ്, പടച്ചവനെ നിനക്ക് വേണ്ടി സുജൂദ് ചെയ്യാനുള്ള ഒരു അവസരം തരാതെ പോത്തിനെ പോലെ കിടന്നുറങ്ങുന്ന ആ മനുഷ്യനെ അവന്റെ ജീവിതം നീ പെട്ടെന്ന് അവസാനിപ്പിക്കുക, നിന്റെ ആത്മാവ് നിനക്ക് വേണ്ടി കേടായി ദുആ ചെയ്യുകയാണ്. അപ്പൊ നമ്മുടെ ആത്മാവ് നമ്മെ തന്നെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. വുളൂ ചെയ്യാത്തവന്റെ ആത്മാവ്, വുളൂ ചെയ്തവന്റെ ആത്മാവ് സുജൂദ് ചെയ്യുന്നതിനെ കണ്ട് ആർത്തട്ടഹസിച്ച് നിലവിളിക്കുകയാണ്. രണ്ടാമതായി വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുക. അതിലും ശാസ്ത്രം വലിയ ഒരു ആ കാര്യത്തിൽ വലിയൊരു ബെനിഫിറ്റ് നമുക്ക് നൽകുകയാണ്. വലതു ഭാഗത്തിലേക്ക് ചെരിഞ്ഞു കിടക്കണം. റസൂലുള്ള 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മോട് പഠിപ്പിക്കുകയാണ്. പക്ഷേ ആ വലതു ഭാഗത്തിലേക്ക് ചെരിഞ്ഞു കിടക്കുന്നതിനും വലിയ ഒരു നേട്ടമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഹൃദയം ഇടതുഭാഗത്തേക്ക് ഒരു മനുഷ്യൻ രാത്രി ചെരിഞ്ഞു കിടന്നാൽ ഒരുപക്ഷെ അവന്റെ ആ രാത്രിയിലുള്ള കിടത്തത്തിൽ തന്നെ അവന്റെ ആ ഇടതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുമ്പോ അവന്റെ ഹൃദയം അവിടെ ഇടുങ്ങാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ രാത്രി കിടന്നുറങ്ങുമ്പോൾ നിനക്ക് ഹാർട്ട് അറ്റാക്ക് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്നാൽ നിന്റെ ആത്മാവിന് നല്ല റെസ്റ്റ് കിട്ടും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മളെങ്ങനെ സുബ്ഹാനല്ലാഹ് ഒരു കുഴൽ കിണർ കിടക്കുന്ന ഒരു വലിയ വണ്ടിയെ പോലെ 2 കാലം കുത്തായിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ് നമ്മുടെ കിടത്തമാണെങ്കിലോ ആലോചിക്കും പ്രിയപ്പെട്ടവർ. എന്നിട്ടോ നിന്റെ വലതു കൈയുടെ വെള്ള പരിശുദ്ധ കവിൾത്തടത്തേക്ക് വെക്കണം. വെച്ചുകൊണ്ട് നീ പറയണമെടാ, അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ പറയുകയാണ്, കബറിൽ കിടക്കുന്നത് പോലെ നീ കിടന്നുകൊണ്ട് പറയണം. എന്താ പറയേണ്ടതെന്നറിയോ? മുത്ത് റസൂലുള്ള പഠിപ്പിക്കുകയാണ്, ബിസ്മിക റബ്ബി വലഇതു ജംബി വബിക അർഫഉ ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ബിമാ തഫളു ബിഹി ഇബാദക സ്വാലിഹീൻ. പടച്ചവനെ നിന്റെ നാമം കൊണ്ട് ഞാൻ കിടന്നുറങ്ങാൻ പോവുകയാണ്. അല്ലാഹുവേ ഞാനിതാ പ്രഭാഷണം കഴിഞ്ഞു കിടന്നു വന്നിരിക്കുകയാണ്. ചിലങ്കോടിന്റെ എന്റെ വീടിന്റെ ഉള്ളറിൽ ഞാൻ കിടന്നുറങ്ങാൻ പോവുകയാണ്. പടച്ചറബേ നിന്റെ നാമം കൊണ്ട് ഞാൻ കിടന്നുറങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, വലഇതു ജംബി ബിക അർഫഉ ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ. പടച്ചവനെ താൽക്കാലികമായി എന്റെ ആത്മാവ് നിന്റെ സവിധത്തിലേക്ക് ഉയരുകയാണ്. അല്ലാഹുവേ ആ പരിശുദ്ധമായ ആത്മാവിനെ നീ പിടിച്ചു വെക്കുകയാണെങ്കിൽ, അല്ലാഹു ഒരുപാട് പേരുടെ ആത്മാവിനെ നീ പിടിച്ചു വെക്കുമ്പോ ഇന്നത്തെ രാത്രി ഒരുപാട് ആത്മാക്കളെ നീ തിരിച്ചയച്ച് നാളത്തെ രാവിലെ അവർക്ക് നാളത്തെ സുപ്രഭാതം കാണാതിരിക്കാനുള്ള ഒരു അവസരം നീ ത്യജിക്കുമ്പോ അവരുടെ കൂട്ടത്തിൽ എന്റെ ആത്മാവിനെ നീ പെടുത്തിയതാണെങ്കിൽ അല്ലാഹുവേ ആത്മാവിനക്ക് നീ കൃപ ചെയ്യണേ അല്ലാ. അല്ല എല്ലാ ദിവസവും എന്റെ ആത്മാവിനെ നീ പറഞ്ഞേക്കുന്നത് പോലെ പറഞ്ഞേക്കുകയാണെങ്കിൽ പടച്ച റബ്ബേ ആത്മാവിനെ നീ സൂക്ഷിക്കണയല്ലോ. ആത്മാവിനെ നീ വല്ല വഴുക്കുകളെ കൊണ്ടോ വല്ല മോശത്തരങ്ങളെ കൊണ്ടോ വല്ല അഴിഞ്ഞാട്ടങ്ങളെ കൊണ്ടോ വല്ല അപകടത്തിൽ പെടുത്തി എന്റെ ആത്മാവിനെ നീ നശിപ്പിച്ച് കളയില്ലേ അല്ലാ.
പറയണം ചെറുപ്പക്കാരെ, എവിടെയാണ് പെണ്ണുപോലെ പറയാൻ സമയമുള്ളത്? രാത്രി വരെ കാമുകിക്ക് ചാറ്റിംഗ് ചെയ്തുകൊണ്ട് നിന്റെ കാമുകിയോട് നീ നിന്റെ പരിശുദ്ധമായ രാത്രികളെ പകലുകളാക്കി മാറ്റുമ്പോ കക്ഷത്തിൽ കുത്തിവെച്ച ഹെഡ്സെറ്റ് പോലും മാറ്റാൻ മറന്നു കിടക്കുന്ന എന്റെ ചെറുപ്പക്കാരാ, എത്ര പേരുടെ പരിശുദ്ധമായ ശ്രവണപടങ്ങളിൽ നിന്നാണ് ഹെഡ്സെറ്റ് പോലും മാറ്റിയെടുക്കാത്ത രീതിയിൽ അവരുടെ കബറിന്റെ വള്ളറയിലേക്ക് തള്ളിക്കളഞ്ഞത്. ഇല്ല പൊന്നുപോലെ ഇന്നു മുതൽ ഇതാ മരണത്തിന് പോർക്കാത്തവരെ രാത്രി നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോകാൻ പാടില്ലടാ എന്റെ പെങ്ങളെ. രാത്രി പോലെ സീരിയലും സിനിമയും റിയാലിറ്റി ഷോകളെ കണ്ടുകൊണ്ട് ജീവിതം അനർത്ഥങ്ങളിലൂടെ തള്ളി നീക്കുമ്പോ, അനാശാസ്യതകളോട് തള്ളി നീക്കുമ്പോ, വേണ്ടാത്തരങ്ങളിലൂടെ തള്ളി നീക്കുമ്പോ, രാത്രി വരെ എന്റെ വീടിന്റെ ഉള്ളറയിൽ അവിടെ നിന്ന് ഓൺ ചെയ്യപ്പെട്ട ടിവിയുടെ മുൻവശത്തിരുന്നുകൊണ്ട് ചാരികസേരയിൽ കാലിന്റെ മകളുടെ ഭാഗത്ത് കാലിട്ടുകൊണ്ട് മതിമറന്ന് കളയുന്ന എന്റെ പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്, പൊന്നുപോലെ രാത്രി കിടന്നിറങ്ങുമ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ അവിടത്തെ കാബൽ ദർബാഹ് നിന്റെ പരിശുദ്ധ ദൈവീകമായ അവിടത്തെ കൽപ്പനയോടുകൂടെ നിന്റെ ശരീരത്തിൽ നിന്ന് പിഴുതെടുക്കുന്ന ആത്മാവിന്റെ പുണ്യമേരിയ അവിടത്തെ വിളിയാളത്തിനുള്ള ഉത്തരം ചെയ്തുകൊണ്ട് മരണത്തിന് പുറത്തുകൊണ്ട് ജീവിക്കണേ. ഒന്നാമത് അപ്പോഴാണെങ്കിൽ, രണ്ടാമത് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, എപ്പോഴാ രണ്ടാമത് മരണത്തിന് ഓർക്കേണ്ടത് എപ്പോഴാണ്? രാവിലെ എഴുന്നേൽക്കുമ്പോൾ മരണത്തിന് ഓർക്കണം. രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ 8 മണിക്കാണ്. സുബഹി നമസ്കാരം ഇല്ല, ഇബാദത്തൊന്നുമില്ല, നമ്മുടെ ജീവിതം അങ്ങനെ അല്ലെ. രാവിലെ എഴുന്നേൽക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ മരണത്തിന് ഓർത്തുകൊണ്ടായിരിക്കണം എന്റെ എഴുന്നേറ്റം. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹി നുശൂർ. പടച്ചവനെ, എന്നെ ജീവിപ്പിച്ച് നിന്നെ മരണപ്പെടുത്തിയതിന്റെ ശേഷം രണ്ടാമത് എനിക്ക് ജീവൻ നൽകിയ പടച്ചവനെ, നിനക്കാണ് സർവസ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കണമെന്ന് മുത്തു ഹബീബ് നമ്മോട് പഠിപ്പിക്കുകയാണ്. മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂലിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂലേ, ശുഹദാക്കളോടുകൂടെ രക്തസാക്ഷികളോടുകൂടെ ആരെങ്കിലും ഒരുമിച്ച് കൂട്ടപ്പെടുമോ? മുത്തുനബിയേ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കഷ്ടപ്പെട്ട് ഈ ദീനിന് വേണ്ടി ശരീരങ്ങൾ സമർപ്പിച്ചു പോയ, രക്തങ്ങൾ സമർപ്പിച്ചു പോയ, ശരീരത്തിന്റെ ഓരോരോ അംഗങ്ങളും സമർപ്പിച്ചു പോയ അല്ലാഹുവിന്റെ പരിശുദ്ധമായ രക്തസാക്ഷികളോടുകൂടെ ആരെങ്കിലും ഒരാളെ ഒരുമിച്ച് കൂട്ടപ്പെടുമോ? മുത്തുനബിയേ, രക്തസാക്ഷികളോടുകൂടെ നമുക്ക് രക്തസാക്ഷിയാവാനുള്ള അവകാശം പടച്ചവൻ അനുവദിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു അവസരം ഇനി ചെയ്താലും അവരെ പോലത്തെ രക്തസാക്ഷികളാവാൻ നമുക്ക് പറ്റൂല. പക്ഷേ ആ രക്തസാക്ഷികളോടൊപ്പം ഒരുമിച്ച് കൂടാനുള്ള ഒരു അവസരമെങ്കിലും ഉണ്ടാകുമോ മുത്തുനബി എന്ന് ചോദിക്കുമ്പോ ലോകത്തിന്റെ നേതാവ് പറയുകയാണ്, ആയിഷ, അതേ മനുഷ്യനെ ശുഹദാക്കളോടുകൂടെ ഒരുമിച്ച് കൂട്ടപ്പെടുകയാണ്, രക്തസാക്ഷികളോടുകൂടെ ഒരു മനുഷ്യൻ ഒരുമിച്ച് കൂട്ടപ്പെടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആയിഷ ബീവിയോട് മുത്തുനബി പറയുകയാണ്, മയ്യദ്കുറുൽ മൗത ഫിൽ യൗമി വൽ ലൈലത്തി 20 മർറാ. രാത്രിയും പകലിലുമായി 20 പ്രാവശ്യം ആരാണോ മരണത്തിന് ഓർക്കുന്നത്, ആരാണോ 20 തവണ മരണത്തിന് ഓർക്കുന്നത്, അവനെ ഇതാ ഞാൻ ശുഹദാക്കളോടുകൂടെ ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന് അവനെ ആ റസൂലിന്റെ പരിശുദ്ധമായ വാഗ്ദാനങ്ങളെ കൊണ്ട് ആയിഷയോട് പറയുകയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നാളെ രക്തസാക്ഷികളോടൊപ്പം ഒരുമിച്ച് കൂടാനുള്ള ഒരു അവസരം അവനക്ക് നൽകും. ആയിഷ 20 പ്രാവശ്യം ദൈനംദിനം മരണത്തിന് ഓർക്കണം. എങ്ങനെ ഓർക്കാം? ഞാൻ മരിക്കും, അങ്ങനെ ഓർക്കണം അല്ല, മറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അതിരിക്കും പ്രതിവിധികളുണ്ട്. എങ്ങനെയാ ഓർക്കാം? എങ്ങനെയാ ഓർക്കാൻ നിങ്ങൾക്കറിയോ? അല്ലാഹുവിന്റെ മഹാത്മാക്കളിൽപ്പെട്ട ഈ പരിശുദ്ധമായ ലോകത്തിലേക്ക് ദീനിന്റെ വെല്ലുവിളിച്ചവുമായി കടന്നു വന്നുപോയ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ട അഗ്രഗണ്യന്മാരായ 25ഓളം പ്രവാചകന്മാരുണ്ടല്ലോ. ആദം, ഇദ്രീസ്, ഹൂദും, നബി സാലിഹ്, ലൂത്ത്, ഇബ്രാഹിം, സന്തതികൾ ഇസ്മാഈലും ഇസ്ഹാഖും യാക്കൂബ്, ജണ്ടും മതിമുകളെങ്കിലും പവിഴുമ്പോ ഒഴുകിനു മരശന തിരി യൂസുഫ് വരും
അണികളിൽ വിലസിടും നബി അയ്യൂബവരും ശുഐബ സുലൈമാൻ നബിയും മൂസാ ഊദും മല്ലസബിൽ യാസഫ് യൂനുസുമി സക്കരിയ ദാവൂദും യഹ്യാ ഈസ മുഹമ്മദ് നബിയല്ലാഹ് താജുൽ അംബിയ സല്ലല്ലാഹു അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ട 25ഓളം പ്രവാചകന്മാരിൽ വെച്ച് അഗ്രഗണ്യനായ പ്രവാചകനുണ്ടല്ലോ. അല്ലാഹുവിന്റെ ഉലുൽ അസ്മികളിൽ വെച്ചുപോയ പ്രിയപ്പെട്ട മഹാനായ ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റൂഹെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ പ്രവാചകന്റെ സവിധത്തിൽ വെച്ച് ഇദാ ദുക്കിറ ഇൻദഹുൽ ഈസാ നബിയുടെ സവിധത്ത് മരണത്തിന് എങ്ങാനും പറയപ്പെട്ടാൽ യക്ഫിറു ജൽദുഹു തമാഹാ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തൊലിപൊട്ടുകയാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തൊലിപൊട്ടി രക്തം ചാലിട്ട് വരികയാണെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ ഇങ്ങനെയുള്ള മരണത്തിന് പറയപ്പെട്ട എഴുന്നേറ്റ് പോവല്ല, മറിച്ച് അല്ലാഹുവിന്റെ മഹാന്മാർ പറയാണ് തൊലിപൊട്ടി ഇങ്ങനെ രക്തം ചാലിട്ട് ഒഴുകും. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അവസ്ഥ എന്തായിരുന്നു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പാതിരാത്രിയിൽ എഴുന്നേൽക്കുകയാണ്. എന്നിട്ടോ ആ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തന്റെ കുടുംബത്തെ വിളിക്കുകയാണ്. തന്റെ കുടുംബത്തെ വിളിച്ചുകൊണ്ട് പറയുകയാ, പ്രിയപ്പെട്ട കുടുംബാംഗമേ, ഇത് കിടന്നുറങ്ങാനുള്ള സമയമല്ല, ഇത് വിശ്രമിക്കാനുള്ള സമയമല്ല. കുല്ലും റീമോ സബ്ബഹു ഫീ അഹ്ലിഹി والموت ادنى من شراك ليله. എങ്ങനെയാ നിങ്ങൾക്ക് കിടന്നിറങ്ങാൻ മനസ്സ് വരാ? ചെരുപ്പിന്റെ വാരണക്കാണ് മരണം അടുത്തുണ്ടാകുമ്പോ എങ്ങനെയാണ് നിങ്ങൾക്ക് കിടന്നിറങ്ങാൻ മനസ്സ് വരാ എന്ന് പറയുന്നതാരാ? തന്റെ കുടുംബാംഗത്തെ വിളിച്ചു നിർത്തിക്കൊണ്ട് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് ഒരു പതിവുണ്ടായിരുന്നു. അദ്ദേഹം തന്റെ പരമോന്നതമായ ഖിലാഫത്തിന്റെ പദവി ഏറ്റെടുത്തപ്പോൾ ഒരു ജോലിക്കാരനെ നിയമിച്ചു. എന്തിനാ? മരണത്തിനെ ഓർമ്മിപ്പിക്കാൻ. എല്ലാ ദിവസവും ആ മരണത്തിനെ ഓർമ്മിപ്പിക്കുന്ന മനുഷ്യൻ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സവിധത്തെ കടന്നു വന്ന് പറയും, ഉമറേ, നീ മരിക്കും. ഉമർ, നമ്മോട് ഒരാൾ പറഞ്ഞാലോ നിങ്ങൾ മരിക്കുമോ? കുറച്ച് എന്റെ ഉപ്പ മരിക്കുമോ? എനിക്ക് ചൊല്ലി വരല്ലേ. മരണത്തിനെ പറ്റി പറഞ്ഞ അല്ലാഹു മരിക്കുന്ന മാറ്റർ മാറ്റി മരണത്തിനെ പറ്റി പറഞ്ഞാലോ? ഇതങ്ങനെയല്ല, ജോലിക്കാരൻ നിയമിച്ചുകൊണ്ടാണ് പറയാ. എന്താണ് പറയുന്നതെന്നറിയോ? ഉമറേ, നീ മരിക്കും. ഉമറേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഒരുപാട് വർഷങ്ങള് ഈ കാര്യം പ്രിയപ്പെട്ടവന്റെ പടന്ന് ജോലിക്കാരനായി വന്ന് പറയുമ്പോ തനിക്ക് ലഭ്യമാകുന്ന ശമ്പളത്തിൽ വെച്ചുകൊണ്ട്, തനിക്ക് ലഭ്യമാകുന്ന വേതനയിൽ വെച്ചുകൊണ്ട് ഒരു തുക പ്രിയപ്പെട്ട മനുഷ്യനിക്ക് നൽകുകയാ. എന്നിട്ടോ ഒരുപാട് സമയങ്ങൾ കഴിയുകയാണ്. അല്ലാഹുവേ, ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല തന്റെ ജോലിക്കാരനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, പൊന്നുപോലെ, ഇന്ന് മുതൽ എനിക്ക് നിന്റെ ആവശ്യമില്ലടാ, ഇന്ന് മുതൽ ഇതാ നിന്റെ ആവശ്യം എനിക്കില്ലടാ എന്ന് പറയുന്ന നേരത്തെ പ്രിയപ്പെട്ടവർ ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളെ പറയാനുള്ള കാരണം? എന്താണ് നിങ്ങൾക്ക് തനിക്ക് തരാനുള്ള വേദനയുടെ കാരണം കൊണ്ടാണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയാസം ലഭ്യമായതുകൊണ്ടാണോ? അല്ലെങ്കിൽ ഞാൻ പറയുന്ന വാക്കുകളെ കൊണ്ട് വേദനിച്ചത് കൊണ്ടാണോ? എന്താണ് തങ്ങളെ മരണത്തിനെ ഓർമ്മിപ്പിക്കാൻ തങ്ങളുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം എന്ന് ചോദിക്കുന്ന നേരത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ പറയുകയാണ്, ഞാനിതാ എന്റെ റൂമിന്റെ ഉള്ളറയിലുള്ള നിലക്കണ്ണാടിയിൽ ഇന്നലെ ഇതാ ഞാൻ നോക്കുമ്പോ എന്റെ ശരീരത്തിന്റെ രോമം ഒന്ന് മുളച്ചു കാണുകയാ, എന്റെ ശരീരത്തിന്റെ രോമം ഒന്ന് മുളച്ചു കാണുകയാ. ആ കണ്ടത് എന്റെ മരണത്തിന്റെ ദൂതരാ. ആ ദൂതൻ എന്റെ സവിധത്ത് കടന്നുകൊണ്ട് മരണത്തിനെ ഓർമ്മിപ്പിക്കുമ്പോ എനിക്കെന്തിനാണ് ഇനി മരണത്തിന്റെ ഓർമ്മിപ്പിക്കാനുള്ള ജോലിക്കാരന്? നമ്മുടെ ശരീരത്തിൽ ഒരുപാട് രോമങ്ങൾ മരിച്ചുപോയി. നമ്മുടെ അവസ്ഥ എന്താ? അല്ലെ, നേരെ
തലമുടിയോ താടിയുടെയോ ഒന്ന് നിരച്ചു കണ്ടാലും സുബ്ഹാനല്ലാഹ് നേരെ പോകും. എവിടെയെങ്കിലും ബാർബർ ഷോപ്പിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഫാൻസി കടയിൽ കയറി നമ്മുടെ ശരീരത്തിന്റെ നിരച്ചു പോയ രോമങ്ങളെ കറുപ്പിക്കുന്ന സാധനങ്ങൾ കൊണ്ടുവന്ന് കറുപ്പിക്കും. അല്ലെ, ളുഹൂറിന് പള്ളിയിലേക്ക് കടന്നു വരുമ്പോ സുബ്ഹാനല്ലാഹ് ബഹുമാനപ്പെട്ട അഷ്റഫിസ്ഥാന്റെ പിൻവശത്ത് നിൽക്കുമ്പോ 60 വയസ്സിന്റെ ഉപ്പാപ്പ അസറിന് വരുമ്പോ 20 വയസ്സിന്റെ ചെറുപ്പക്കാരനായി മാറിയിരിക്കുക. എന്തോ ഒരു സുന്ദരന താടിയും പഠിച്ച് തലയിലേക്ക് ഈ പൈന്റും തേച്ച് ടാറടിച്ച് ഇങ്ങനെ വരാ. നിന്റെ ജനാബത്തുകൾ ചെയ്യാവോ? നിന്റെ ഉളു ചെയ്യാവോ? നിന്റെ ഇബാദത്തുകൾ ചെയ്യാവോ? ഉളു ഇല്ലാതെ നീ പരിശുദ്ധ ഭൂമിയിലേക്ക് നെറ്റിത്തടം വെക്കുമ്പോ ഭൂമി പോലും എന്നെ ശപിക്കുകയല്ലേ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. സൂക്ഷിക്കുക. അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകട്ടെ. മരണത്തിന്റെ ദൂതന്മാ നമ്മെ ദൈനംദിനം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, മരണത്തിലേക്ക് ഒരുങ്ങുക. എന്തിനാണ് ഇത്രയും മഹാത്മാക്കള് മരണത്തിനെ പറ്റി ഇങ്ങനെയും കേൾക്കുമ്പോൾ അവർ പൊട്ടിക്കരഞ്ഞത്, മരണത്തിനെ പറ്റി നിലവിളിച്ചത് എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും കേൾക്കാത്ത ഒരുപാട് ഭീകരതകൾ എന്റെ പ്രിയപ്പെട്ടവരെ മരണത്തിലേക്കുണ്ട്. ഞാൻ ഒരുപാട് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ചുരുങ്ങിയ സമയത്ത് പറയുകയാണ്, മരണത്തിന്റെ ഒന്നാമത്തെ ഭീകരത എപ്പോഴാണ് മരിക്കുക, ഏത് സ്ഥലത്ത് വെച്ചാണ് മരിക്കുക എന്ന് ആർക്കും അറിയില്ല. എപ്പോഴാണ് മരിക്കുക, ഏത് സ്ഥലത്ത് വെച്ചാണ് മരിക്കുക എന്ന് ആർക്കും പറയാൻ പറ്റില്ല. അദൃശ്യമായ കാര്യങ്ങൾ 5 അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിൽ അത് വ്യക്തമാക്കി പറയുകയാണ്. മുത്തു റസൂലുള്ളാഹിയും പറയുകയാണ്, ഒന്നാമതായി ഒരു മനുഷ്യന്റെ ആയുഷ്കാലത്തിനെ പറ്റി, ഒരു മനുഷ്യന്റെ പരിശുദ്ധമായ ജീവിതത്തിനെ പറ്റി അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ലുഖ്മാൻ സൂറത്തിൽ പറയുമ്പോൾ വലാ യദ്രി ബിഅയ്യി അർദിൻ തമൂത്, ഒരു മനുഷ്യൻ എവിടെ വെച്ചാണ്, ഏത് സ്ഥലത്ത് വെച്ചാണ്, എങ്ങനെയാണ് മരിക്കുക എന്ന് ആർക്കും പറയാൻ പറ്റൂല. ആർക്കെങ്കിലും പറയാൻ പറ്റോ ഞാൻ ഇന്ന സ്ഥലത്ത് വെച്ച്, ഇവിടെ വെച്ച്, ഇന്ന നിമിഷത്തിൽ വെച്ച്, ഇന്ന സമയത്ത് വെച്ച് ഞാൻ മരിക്കുമെന്ന് ആർക്കാണ് പറയാൻ പറ്റാ? ഇല്ല പ്രിയപ്പെട്ടവരെ, പറയാൻ പറ്റൂല. അതാണ് മരണത്തിന്റെ ഒന്നാമത്തെ ഭീകരത. എന്റെ പ്രിയപ്പെട്ട ഇച്ചിലങ്കോടിൽ ഒരുമിച്ച് കൂടിയ ഉമ്മ, ഇന്നാലിന്ന സമയത്ത് വെച്ച് ഞാൻ മരിക്കുമെന്ന് എത്ര പേർക്കാണ് പറയാൻ പറ്റിയത്? രാവിലെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് ടാറ്റാ പറഞ്ഞുകൊണ്ട് മക്കൾക്ക് മുത്തം കൊടുത്തു പോയവര് അല്ലാഹുവേ വൈകുന്നേരം എത്തുന്നത് ആംബുലൻസിലോട്, വീടിന്റെ മുറ്റത്താണെങ്കിൽ അവന്റെ ശരീരം ഡെഡ് ബോഡിയായി എത്തുകയാണെങ്കിലോ ഇല്ല എന്റെ ചെറുപ്പക്കാരാ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, നിന്റെ വീട്ടിൽ നിന്ന് നീ പുറത്തിറങ്ങുമ്പോ, ഇച്ചിലങ്കോട് ഉറൂസിലേക്ക് നീ കടന്നു വരുമ്പോ, നിന്റെ വീടിന്റെ ഉള്ളറയിൽ നിന്ന് നിന്റെ കനങ്കാളപടന്ന് പുറത്തു വെക്കുമ്പോ നീ പറയേണ്ട ഒരു വാക്ക് അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂല് പഠിപ്പിക്കുകയാണ്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പൊന്നുപോലെ അല്ലാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് നീ പറയുകയാണ്, അല്ലാഹുവേ നിന്റെ നാമം കൊണ്ട് ഞാൻ ഈ പരിശുദ്ധമായ വീട്ടിൽ നിന്നിറങ്ങാൻ പോവുകയാണ്. തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവേ എല്ലാ കാര്യങ്ങളും നിന്റെ മേൽ ഞാൻ ഏൽപ്പിച്ചുകൊണ്ടാണ് ഇറങ്ങുക. എനിക്ക് ഉറപ്പില്ല റബ്ബേ, എന്റെ വീട്ടിലേക്ക് ഞാൻ കടന്നു ചെല്ലുമെന്ന് ഉറപ്പ് എനിക്കില്ല അല്ലാ. അതുകൊണ്ട് അല്ലാഹ് എനിക്ക് നീ പൂർണ്ണ സുരക്ഷ നൽകണേ അല്ലാ. ഒരു വണ്ടിയിൽ പോലും നീ കാല വെച്ച് കയറുമ്പോ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, നിന്റെ ബൈക്കിൽ കയറുമ്പോ, നിന്റെ കാറിൽ കയറുമ്പോ എപ്പോഴാണ്, എവിടെ വെച്ചാണ്, എങ്ങനെയാണ് മരിക്കുക എന്ന് പറയാൻ പറ്റാത്ത ദുനിയാവിൽ ജീവിക്കുമ്പോ പൊന്നുമോനെ ആ വണ്ടിയിൽ കയറുമ്പോൾ പോലും നീ പറയണമെടാ, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. അവിടെയും പറയുകയാണ്, പടച്ചവനെ എന്നെ പരിശുദ്ധപ്പെടുത്തി ഞാൻ ഈ വണ്ടിയിൽ കയറുകയാണല്ലോ. അല്ലാഹുവേ നിന്നെ കൊള്ള ഞാൻ വണങ്ങാൻ സാധ്യതയുണ്ട്. പടച്ചവരെ എപ്പോഴാണ് മരിക്കുകയെന്ന് എനിക്ക് പറയാൻ പറ്റൂലല്ലോ അല്ലാ. എത്രയോ പേര് വണ്ടി പിടിച്ചുകൊണ്ട് അപകടത്തിലൂടെ, അറ്റാക്കിലൂടെ ദുനിയാവിന്റെ മേച്ചൽപുറങ്ങൾക്ക് അവിടെ നിന്ന് പരിശുദ്ധമായ ലോകത്തേക്ക്, യഥാർത്ഥ ലോകത്തേക്ക് അവർ ദുനിയാ
ദുനിയാവിലേക്ക് ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് കടന്നു വരുമ്പോ അവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടാകുമല്ലോ അല്ലോ. അതുകൊണ്ട് അല്ലാഹുവേ എല്ലാ കാര്യം എന്നെ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുകയാണെന്ന ബോധത്തോടുകൂടെ അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂല് പറയുമ്പോ ഇല്ല പൊന്നുപോലെ ഞാനിപ്പോഴും മരിക്കില്ല, ഇനി ഒരുപാട് കാലം ജീവിക്കുമെന്ന് ഈ മനോഹരമായ വിജ്ഞാന സദസ്സിൽ നീ കരുതുന്നുണ്ടെങ്കിൽ അടുത്ത ഇസ്ലാംകോട് ഉറൂസിനുണ്ടാകുമെന്ന പ്രതീക്ഷ വേണ്ടടാ. ഒരുപക്ഷേ കബറാകുന്ന മണ്ണറക്കൂടിലായിരിക്കുമടാ നീ പരിശുദ്ധമായ ശബ്ദങ്ങൾ ശ്രവിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, എപ്പോഴാ എവിടെ വെച്ചാ ഏത് സ്ഥലത്താണ് മരിക്കുകയെന്ന് പറയാൻ പറ്റാത്ത ലോകത്ത് ജീവിക്കുമ്പോ നിങ്ങൾ ഓടുന്ന മരണമുണ്ടല്ലോ, ഞാനിപ്പോൾ മരിക്കൂല, ഞാനിപ്പോൾ മരിക്കൂല എന്ന് ആർഭാടത്തോടുകൂടെ അട്ടാസത്തോടുകൂടെ ജീവിച്ചുകൊണ്ട് ദുനിയാവിന്റെ മേച്ചൽപ്പുറങ്ങൾ കത്ത് നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നിങ്ങൾ ഓടുന്ന മരണമുണ്ടല്ലോ അത് നിങ്ങളെ കണ്ടെത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ കൺമുമ്പിലാണ്. അതുകൊണ്ട് ആ മരണത്തിന് മറന്നുകൊണ്ട് ഓടല്ലേ, ആ മരണത്തിന് ധിക്കരിച്ചുകൊണ്ട് തിരസ്കരിച്ചുകൊണ്ട് ദുനിയാവിലെ നടക്കല്ലടാ. രണ്ടാമത്തെ ഭീകരത, ഒരു മനുഷ്യന് മരിക്കുന്ന നേരത്ത് ആ മനുഷ്യന് മലക്കുകൾ വന്ന് കെട്ടിയിടുകയാണ്. മനുഷ്യനെ വന്ന് മലക്കുകൾ കെട്ടിയിടും എന്ന് പറഞ്ഞാൽ ആ കെട്ടിയിടുന്ന നേരത്താണ് മനുഷ്യൻ മൂഡൌട്ടാവുക. മരിക്കാൻ പോകുന്ന മനുഷ്യൻ മൂഡൌട്ടാകും. മാത്രമല്ല അപ്പോഴാണ് അവന് തളർന്ന് പരവശനായി ഭൂമോദര തലത്തിലേക്ക് വീഴുക. എന്നിരിക്കലോ അറ്റാക്കായി വീഴും, അല്ലെങ്കിൽ തലകുനിഞ്ഞ് വീഴും. ഒരു മനുഷ്യന്റെ മരണത്തിന്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭീകരത മലക്കുകൾ വന്ന് കെട്ടിയിടുകയാണ്. അല്ലാഹുവിന്റെ മഹാത്മാക്കളെ പറയുകയാണ്, ഒരു മനുഷ്യന് മരിക്കുന്നതിന്റെ 40 ദിവസം മുമ്പ് അവന്റെ പരിശുദ്ധ ശരീരത്തിന്റെ അരികിലേക്ക് 3 മലക്കുകൾ വരികയാണ്. വെള്ളം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക്, ഭക്ഷണം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക്, വായു കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് എന്നീ 3 മലക്കുകളെ കടന്നു വരികയാ. എന്നിട്ടോ ഭക്ഷണം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് പറയുകയാണ്, പൊന്നുപോലെ ഇതിന്റെ ഈ പരിശുദ്ധമായ ഭക്ഷണമുണ്ടല്ലോ, ഇച്ചിലങ്കോടിൽ നിനക്ക് കഴിക്കാനുള്ള ഭക്ഷണമുണ്ടല്ലോ, അത് ഇനി 40 ദിവസമാണടാ. കുടിക്കാനുള്ള വെള്ളം 40 ദിവസമാണടാ, ശ്വസിക്കാനുള്ള വെള്ളം 40 ദിവസമാണടാ. അന്ന് മുതൽ നിന്നെ ആ മലക്കുകൾ വിളിക്കുന്നത് മയ്യിത്ത്. എത്ര പേരാണ് ഈ കൂട്ടത്തിൽ ഉണ്ടാവുക? ആ മലക്കുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നവർ മയ്യിത്തേ 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 എന്ന് എത്ര പേരെ വിളിച്ചുകൊണ്ടിരിക്കുന്നു? നമുക്ക് പറയാൻ പറ്റും. അല്ലാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ ആലോചിക്കണം, മലക്കുകൾ വിളിക്കുകയാണ് 40 ദിവസത്തിന് മുമ്പ് പേര് വിളിക്കൂല, മറിച്ച് മയ്യിത്തേ ഓ മയ്യിത്തേ ഓ മയ്യിത്തേ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, ആ വിഭാഗത്തിൽ നമ്മൾ പെട്ടിട്ടുണ്ടെങ്കിൽ പഠിച്ചവനെ നിന്റെ മഹത്വങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, ഞങ്ങൾ ചെയ്തു പോയ സദഖയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. എന്റെ പ്രിയപ്പെട്ടവർ ആലോചിക്ക്. എന്നിട്ടോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരു മനുഷ്യനെ മലക്കുകൾ വന്ന് കെട്ടിയിടുന്നതിന്റെ ഏറ്റവും വലിയ ഉദാത്തമായ അടയാളം എന്തെന്നറിയോ? അവനെ മലക്കുകൾ കെട്ടിയിട്ടില്ലായിരുന്നുവെങ്കിൽ അവന് ഭൂമിയാസകലം ഓടുമായിരുന്നു. ഒരു ഉലുഹിയത്ത് അറിയിക്കുന്ന പോത്തിനെ പോലെ മലക്കുകൾ വന്ന് കെട്ടിടുകയാണ്. അല്ലാഹുവേ, ആ കെട്ടിയിടുന്ന നേരത്ത് മനുഷ്യൻ തളർന്നു വീഴുകയാ. അവനെങ്ങാനും കെട്ടിയിട്ടില്ലായിരുന്നുവെങ്കിൽ അവന് ഭൂമിയാസകലം വിരണ്ട് ഓടുമായിരുന്നു. അങ്ങനെയുള്ള കെട്ടിയിടൽ പ്രിയപ്പെട്ട മലക്കുകൾ വന്ന് കെട്ടിയിടുകയാണ്. നീ ഓടണ്ട. മരിക്കുന്ന നേരത്ത് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണുന്ന രംഗം, മലക്കുകളെ കാണുന്ന നേരത്ത് നീ ഓടണ്ട എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട മലക്കുകൾ വന്ന് നിന്റെ ശരീരത്തിന് കെട്ടിയിടുകയാണ്. മൂന്നാമത്തെ ഭീകരത അല്ലാഹുവിന്റെ മഹാന്മാർ പറയുകയാണ്, മരണത്തിന്റെ വേദനയാണ്. മരണത്തിന്റെ വേദന അത് എല്ലാവരും അനുഭവിക്കാറുണ്ട്. ആ വേദന ഈ ലോകത്ത് സഹിച്ച ഒരൊറ്റവരാൾ അതിന്റെ പ്രിയപ്പെട്ട ഉമ്മ മാത്രമാണ്. ഇന്ന് ശാസ്ത്രലോകം പഠിപ്പിക്കുകയാണ്, ഒരു മനുഷ്യനിക്ക് അവന്റെ ജീവിതത്തിൽ പരമാവധി സഹിക്കാൻ പറ്റുന്ന വേദന ഏകദേശം 33%.
കേവലം 33%. എന്നാലോ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ പരമാവധി 33% സഹിച്ചതിനേക്കാൾ അപ്പുറമായാൽ അവന് പിടഞ്ഞു മരിക്കും. അതേ സമയത്തോ ഒരു ഉമ്മ അവൾ പ്രസവിക്കുന്ന നേരത്ത് അവൾ സഹിക്കുന്ന വേദന 53%. 53% ഒരു പെണ്ണ് അവൾ പ്രസവിക്കുന്ന നേരത്ത് സഹിക്കുകയും. ആലോചിക്കുക എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മനുഷ്യ ജീവിതത്തിൽ ഒരു മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ ഭീകരത മരണവേദന. അപ്പൊ നിനക്ക് മരണവേദനയെ പറ്റി മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിന്റെ ഉമ്മയോട് പോയി ചോദിച്ചാൽ മതി, മരണത്തിന്റെ വേദന എങ്ങനെയാണ്. ഉമ്മ പറയും അങ്ങനെയാണ്. ഉമ്മയോട് ചോദിച്ചാൽ ക്ലിയർ ഉമ്മ പറഞ്ഞു. കാരണം മരണത്തിലേക്ക് അത്രയും വലിയ ഭീകരതയും അത്രയും വലിയ വേദനയും ഇത്രത്തോളം എന്നറിയോ. അരിയാർദങ്ങള് പറഞ്ഞു പോയില്ലേ, അരിയാർദങ്ങള് പറഞ്ഞു പോയില്ല. അരിയാർദങ്ങൾ ആരാ എന്റെ മുസ്ലിമേ? അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂലിന്റെ പുതിയ ആപ്പിളയല്ലേ. ആ മുത്തു ഹബീബിന്റെ പരിശുദ്ധ സവിധത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അരിയാർദങ്ങളില്ലേ അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂലിന്റെ പുണ്യമേരിയ ആ നാക്കും തുമ്പും നിന്ന് സ്വർഗം വാങ്ങിച്ചു പോയതെങ്കിൽ ആ അരിയാറ് തങ്ങളെ പറയുകയാണ്, ഒരു മനുഷ്യനെ ഈ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നോ, എന്നിട്ട് അവനെ കഷ്ണമാക്കി 1000 കഷ്ണമാക്കി ഈ സദസ്സിൽ വെതിരുകയാണ്. എന്നാലോ അത് മരണത്തിനേക്കാൾ അത് ഉത്തമമാണ്. 1000 കഷ്ണമാക്കി ഈ സദസ്സിലേക്ക് വെതിരുക എന്നുള്ളത് അത്രയും വലിയ ഭീകരതയാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, അതിനേക്കാൾ ഏറ്റവും വലിയ ഭീകരതയാണ് നീ അനുഭവിക്കാൻ പോകുന്നത്. ഒരു മനുഷ്യന് മരിക്കുന്ന നേരത്ത് അല്ലാഹുവിന്റെ മഹാത്മാക്കളെ പറയുകയാണ്, അവന്റെ അരികിലേക്ക് കേവലം ഇസ്രായേൽ മാത്രമല്ല കടന്നു വരുന്നത്. വിചാരിച്ചതുപോലെ ഇസ്രായേൽ കടന്നു വരും, എന്നിട്ട് കടാരമെടുത്ത് ആ മനുഷ്യനെ കഴുത്തിറക്കി അവന്റെ ആത്മാവിനെ പിഴുത്തെടുത്തു കൊണ്ടുപോകും എന്നല്ല എന്റെ പ്രിയപ്പെട്ടവരെ. ഇസ്രായേലിനോടുകൂടെ കടന്നു വരുന്നതാരാ? ഒന്നല്ല രണ്ടല്ല 500 മലക്കുകൾ കടന്നു വരികയാ. 500 മലക്കുകൾ പ്രിയപ്പെട്ട മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇസ്രായേൽ തലഭാഗത്തിരിക്കുകയാണ്. ആ സമയത്ത് മരിക്കുന്ന മനുഷ്യൻ ചോദിക്കുകയാണ്, നിങ്ങളാരാ? ആ സമയത്താണ് ഇസ്രായേൽ പറയുന്നത്, ഞാൻ ആത്മാക്കളെ പിടിക്കുന്ന റൂഹുകളെ പിടിക്കുന്ന മലക്കാണ് എന്ന് പറയുന്ന നേരത്ത് ആ പ്രിയപ്പെട്ട മലക്കുകൾ അവനെ പതിയുകയാണ്. 2 ഭാഗത്തായി 250 മലക്കുകൾ ഇരിക്കുകയാണ്. എന്നിട്ടോ അവന്റെ ശരീരത്തിന്റെ ഉള്ളറയിലുള്ള ആത്മാവിനോട് കാതിൽ നിർവാഹ് പറയുകയാണ്, ശരീരത്തിന്റെ ഉള്ളറയിൽ 60 വർഷമായില്ലേ ആത്മാവേ, 25 വർഷമായില്ലേ ആത്മാവേ, ശരീരത്തിന്റെ ഉള്ളറയിൽ സ്വസ്ഥമായി സമാധാനത്തോടുകൂടെ ശാന്തിയോടുകൂടെ കഴിയുന്ന ആത്മാവേ, ഒന്ന് പുറത്തു വരുവോ, ഒന്ന് പുറത്തു കടന്നു വരുവോ എന്ന് ചോദിക്കുന്ന നേരത്ത് പ്രിയപ്പെട്ട അവിടുത്തെ ഇസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിളിയാളത്തിൽ ഉത്തരം ചെയ്യാതെ ആത്മാവ് ഓടുകയാണ്. എവിടേക്കാണ് ഓടുന്നതെന്നറിയോ? ആ മനുഷ്യന്റെ തള്ളവിരലിലേക്ക് ഓടുകയാ, കാലിന്റെ തള്ളവിരലിലേക്ക് ഓടുകയാണ്. എന്നിട്ടോ കാലിന്റെ തള്ളവിരലിൽ ആത്മാവ് ഒളിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട പൊന്നുമോനെ, അഥവാ ഏതെങ്കിലും ഒരു കുട്ടി ചേലാകർമ്മം ചെയ്യാവുന്ന നേരത്ത് വസാൻ അവിടെ നിന്ന് ചങ്ക് പിടിച്ച് കത്തി പിടിച്ച് കാണിക്കുന്ന നേരത്ത് കുട്ടികൾ എങ്ങനെയാണ് ഓടുക, അതേപോലെ ഈ ആത്മാവ് നേരെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഓടുന്നു. എവിടേക്കാണ് ഓടുന്നതെന്നറിയോ? തള്ളവിരലിലേക്ക് ഓടുകയാണ്. അല്ലാഹുവേ, 60 വർഷത്തിന്റെ ബന്ധമുള്ള ഈ ശരീരം വിട്ടുപിരിഞ്ഞുകൊണ്ട് ആത്മാവിന് പുറത്തു പോകാൻ താല്പര്യമില്ല, ആത്മാവിന് പുറത്തിറങ്ങാൻ മനസ്സില്ല, ആത്മാവ് പുറത്തിറങ്ങാൻ സമ്മതിക്കുന്നില്ല. ഇസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിളിയാളത്തിൽ ഉത്തരം ചെയ്യാതെ തള്ളവിരലിലേക്ക് ഓടുകയാ. ആ സമയത്ത് എന്റെ പരിശുദ്ധ ശരീരത്തിന്റെ ചുറ്റുഭാഗത്തുള്ള 250 മാലാകന്മാർ ആത്മാവിനെ വലിക്കുകയാണ്. എവിടേക്കാണ് വലിക്കുന്നതെന്നറിയോ? നിന്റെ പരിശുദ്ധമായ കാലിന്റെ മുട്ടുവരെ വലിക്കുകയാണ്. മുട്ടുവരെ വലിക്കുന്ന നേരത്ത് തള്ളവിരലിൽ നിന്ന് മുട്ടുവരെ വലിക്കുമ്പോ 250 മാലാകന്മാർ തളരുകയാ. അത്രയും വലിയ പരിതാപകരമായ നിലക്കാട്, അത്രയും വലിയ ബീഭത്സമായ നിലക്കാട്, ശരീരം വിട്ടുപിരിയാത്ത
ആത്മാവിനെ അവർ വലിച്ചു കൊണ്ടുവരുന്നത്. പിന്നീടോ പ്രിയപ്പെട്ട 250 മാലാഖമാർ കടന്നു വരികയാണ്. അവർ ഭരിക്കുകയാണ്, ചുറ്റും ഊരവരെ വലിക്കുകയാണ്. മരണത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുന്നവരെ, നിരച്ചുപോയവരെ, ശരീരം തളർന്നു പോയവരെ, ആരോഗ്യത്തോടുകൂടെ ഞാൻ ഇപ്പോഴും മരിക്കൂല എന്ന് പറയുമ്പോ, നിന്റെ പ്രിയപ്പെട്ട എത്രയോ സുഹൃത്തുക്കളെ പള്ളിക്കാട്ടിൽ കിടക്കുമ്പോ മരണത്തിന് മറന്നുപോയ ചെറുപ്പക്കാരാ, നീയും ഈ ഭീകരത നേരിടാൻ പോവുകയാണ്. ഒട്ടുനിന്ന് ഊരവരെ പ്രിയപ്പെട്ട മലക്കുകൾ വിളിക്കുകയാണ്. ആ വലിക്കുന്ന നേരത്ത് മലക്കുകളെ തളരുകയാ. അപ്പോഴാണ് മരിക്കുന്ന മനുഷ്യനിക്ക് വല്ലാത്ത ഊരവേദന. അടച്ചറപ്പേ, ഇന്നേവരെ ജീവിതത്തിൽ സഹിക്കാത്ത ഊരവേദന അനുഭവപ്പെടുകയാണ്. അവന്റെ ശരീരത്തിലേക്ക് അനുഭവപ്പെടുകയാണ്. ഭാര്യയെ വിളിക്കുകയാണ്, പ്രിയപ്പെട്ടവളെ, എന്റെ ഊര വല്ലാതെ വേദനിക്കുകയാണ്, ഒന്ന് തടകി തരുവോ? പ്രിയപ്പെട്ടവൾ അവിടുന്ന് തടകി തരാൻ ഓടി വരുമ്പോ ആ തളർന്നു പോയി 250 മാലാഖമാർ മാറി നിൽക്കുമ്പോ തള്ളവരിൽ നിന്ന് മുട്ടുവരെ ആത്മാവിനെ വലിച്ചുപോയ 250 മാലാഖമാർ ആ മനുഷ്യന്റെ ഊരയിൽ നിന്ന് അവിടത്തെ പരിശുദ്ധ നെഞ്ചുവരെ വലിക്കുകയാ. അപ്പോഴാണ് ഒരു മനുഷ്യനിക്ക് അറ്റാക്കിന്റെ വേദന. ഒരു അറ്റാക്കായി പരിശുദ്ധ സദസ്സിലിരുന്നവരെ, പൊന്നുപോലെ, ഒരിക്കലും ആ അറ്റാക്ക് നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ നിനക്ക് കിട്ടിയ ലൈഫാണെന്ന് വിചാരിച്ചു പോകണ്ട. ഇതുപോലത്തെ അറ്റാക്ക് നിനക്ക് വരാനുണ്ടടാ. മരിക്കുന്ന നേരത്ത് നിനക്ക് കടന്നു വരികയാണ്. പ്രിയപ്പെട്ട മലക്കുകള് നിന്റെ പരിശുദ്ധമായ ആത്മാവിനെ നിന്റെ പരിശുദ്ധമായ നെഞ്ചിന്റെ ഭാഗത്തേക്ക് വലിക്കുകയാണ്. ആ സമയത്താണ് ഈ മലക്കുകൾ തളർന്നു പോവുകയാണ്. നെഞ്ചിലേക്ക് കൈയടിക്കുകയാണ്, നെഞ്ചു തൊടുകയാണ്. അല്ലാഹുവേ, ആ സമയത്താണ് ഒരു അറ്റാക്കിന്റെ വേദന അനുഭവപ്പെടുന്ന പ്രിയപ്പെട്ട ഭാര്യയെ, പ്രിയപ്പെട്ട മക്കളെ വിളിക്കുകയാണ്. ഒന്ന് നെഞ്ചു തടകി തരുവോ? ഒന്ന് ചാടിയേക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. കഴിയുന്നില്ല, അനങ്ങാൻ കഴിയുന്നില്ല, ചടിക്കാൻ കഴിയുന്നില്ല, ഇരിക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണ് നിന്റെ പ്രിയപ്പെട്ട മക്കളുണ്ടല്ലോ ആംബുലൻസിന് ഫോൺ വിളിക്കുന്നത്. കടന്നു വരികയാണ്. പക്ഷേ വീടിന്റെ മുറ്റത്ത് നിന്ന് സൈറാൻ അടിച്ചുകൊണ്ട് ആംബുലൻസ് നിൽക്കുമ്പോ നിന്റെ നെഞ്ചിൽ നിന്ന് തൊണ്ടക്കുഴി വരെ പിന്നീട് 250 മാലാഖമാർ ആത്മാവിനെ പിഴുത്തെടുക്കുകയാ. അങ്ങനെ പിഴുത്തെടുത്ത നേരത്താണ് പൊന്നുപോലെ കാബിന്റെ കരവലയങ്ങളിലേക്ക് പ്രിയപ്പെട്ട മലക്കുകൾ ഏൽപ്പിക്കുന്നത്. ആ ഏൽപ്പിക്കുന്ന നേരത്ത് ഈ ആത്മാവ് നേരെ വീണ്ടും ഇങ്ങനെ ഒന്നല്ല രണ്ടല്ല 99 പ്രാവശ്യം എന്റെയും നിങ്ങളുടെയും ശരീരത്തിന്റെ പരിശുദ്ധാത്മാവ് താഴ്ഭാഗത്തു നിന്ന് മുകൾ ഭാഗം വരെ, മുകളിൽ നിന്ന് താഴ്ഭാഗം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ചലിച്ച് അവസാനം 100ാമത്തെ പ്രാവശ്യമാണ് ഹാബൽ അർവാഹിന്റെ കരവലയങ്ങളിലേക്ക് നിന്റെ പരിശുദ്ധമായ ആത്മാവിനെ ഏൽപ്പിക്കുമ്പോ മരണത്തിന് ഇങ്ങനെയുള്ള ഭീകരതയാണ്, ഇങ്ങനെയുള്ള വേദനയാണ്, ഇങ്ങനെയുള്ള പ്രാരാബ്ധമാണ്, ഇങ്ങനെയുള്ള പ്രയാസമാണ്. പൊന്നുപോലെ, ഇതാണ് നിന്റെ ജീവിതത്തിൽ നീ നേരിടാൻ പോകുന്ന 3ാമത്തെ മരണത്തിന്റെ വേദന. അതുകൊണ്ടല്ലേ മഹാനായ മൂസാ നബിയോട് അല്ലാഹു ചോദിക്കുകയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്തൊന്നും ഇവിടെ പറഞ്ഞു. മൂസാ നബിയോട് അല്ലാഹു ചോദിച്ചു, മൂസ എങ്ങനെയുണ്ടായിരുന്നു മൂസ മരണത്തിന്റെ വേദന? അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, കശാത്തിൻ ഹയ്യത്തിൻ തസ്ലഖു ബിയദിൽ ഖുസ്സാസ്. ഒരു ജീവനുള്ള ആട്, ഒരു ജീവനുള്ള ആട്ടിൻകുട്ടിയെ കൊണ്ടുപോയി ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ കെട്ടിയിട്ട് ആ ജീവനോടുകൂടെ അതിന്റെ തൊലി എങ്ങനെയാണ് വീഴുക, അതുപോലത്തെ വേദനയാണ് മരിക്കുന്ന എനിക്ക് അനുഭവപ്പെട്ടതെന്ന് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. അല്ലാഹുവിന്റെ കലീം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രവാചകന്റെ മരണത്തിന്റെ വേദനയുടെ അവസ്ഥയാണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പൂർണ്ണമായ സുരക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് ഒരു മനുഷ്യന് മരണത്തിന്റെ നേരത്ത് നേരിടുന്ന ഏറ്റവും വലിയ ഭീകരതയാണെങ്കിൽ 4ാമത്തെ ഭീകരതയെ പറ്റി അല്ലാഹുവിന്റെ മഹാന്മാർ പറയുകയാണ്. 4ാമത്തെ മരണത്തിന്റെ ഭീകരത എന്താണെന്നറിയോ? മഹാനായ ഖാബിദുൽ അർവാഹ് മലക്ക് അസ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഒരു മനുഷ്യൻ കാണുകയാണ്. ഖാബിദുൽ അർവാഹ് മലക്ക് അസ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഒരു മനുഷ്യനെ മരണത്തിന്റെ വേളയിൽ കാണുകയാണ്. എങ്ങനെയാ കാണാൻ? എങ്ങനെയാ? സാധാ വേഷത്തിലാണോ? അല്ല,
വലിയ കോലത്തിലാണ് കാണുക. അല്ലാഹുവിന്റെ മഹാന്മാർ പറയുകയാണത് വല്ലാത്ത കോലമാണ്. ഒരു മനുഷ്യന് മരിക്കുന്ന നേരത്ത് കാതിൽ മാത്രമല്ല, അവന് ദുനിയാവിൽ ഉണ്ടാക്കിയ കോടിക്കണക്കായ സമ്പത്തുകളെ കാണുകയാണ്. ഈ ചിലങ്കോടിൽ ഉണ്ടാക്കി വെച്ചിയ കോടിക്കണക്കായ അവന്റെ ഏറ്റവും വലിയ ആധിക്യങ്ങളെ കാണുകയാ. അല്ലാഹുവേ, അവനുണ്ടാക്കി ഒരുപാട് കൊട്ടാര സമാനമായ സമ്പത്തുകളെ കാണുകയാണ്. മരിക്കുന്ന നേരത്ത് അവന്റെ സവിധത്തിലേക്ക് ദുഃഖിയും ഹാജരാക്കപ്പെടുകയാ. ആ സമയത്താണ് പൊന്നുപോലെ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നത്, ഈ മനുഷ്യന് സഹതാപത്തിന്റെ നോട്ടം നോക്കുകയാണ്. എന്നിട്ടോ മരിക്കാനുള്ള വേളയാണ്. അല്ലാഹുവേ, ഈ ദുനിയാവിൽ നിന്ന് വിട പറയാനുള്ള വേളയാ. ആ സമയത്താണ് മരിക്കാൻ പോകുന്നത്. ഈ പറയുന്നത് റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. പടച്ചവനെ, ഒരു സെക്കൻഡ് എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരു സെക്കൻഡ് നീ ചിന്തിച്ചു തന്ന പടച്ചവനെ, എനിക്ക് ഈ സമ്പത്ത് ഒന്നും വേണ്ട അല്ലാ. എന്റെ ജീവിതത്തിൽ ഞാൻ ഉണ്ടാക്കിയ മതിലുകളുണ്ടല്ലോ, കോടിക്കണക്കായ സമ്പത്തുകളുണ്ടല്ലോ, കോടിക്കണക്കായ ബിസിനസ്സുകളുണ്ടല്ലോ, കോടിക്കണക്കായ വരുമാനങ്ങളുണ്ടല്ലോ, ഒന്നും വേണ്ട റബ്ബേ, എല്ലാം നിന്റെ മാർഗത്തിൽ ഞാൻ ചെലവഴിക്കാൻ പോവുകയാണ് എന്ന് പറയുന്നത് ആരാ? മരിക്കാൻ പോകുന്ന നീ പറയുകയാണ്. അന്നേ വരെ കള്ളു കുടിച്ചിരുന്ന, വ്യഭിചരിച്ചിരുന്ന, മോശത്തിരത്തിലൂടെ, അഴിഞ്ഞാട്ടങ്ങളിലൂടെ, വേണ്ടാചരങ്ങളിലൂടെ, കൊള്ളരുതായ്മകളോട് കടന്നുപോയ നിന്റെ അവസ്ഥയെപ്പറ്റി അല്ലാഹുവിന്റെ മഹാത്മാക്കളായ മലക്കുകൾ വന്ന് നിന്നെ ദുരൂഹതപ്പെടുത്തുമ്പോ, അവർ ഓരോ കാര്യങ്ങൾ നിന്റെ മുൻവശത്ത് വെച്ച് പറയുമ്പോ, പൊന്നുമോനെ, നീ ഇസ്രായേലിനോട് അവിടുന്ന് നിലവിളിച്ചുകൊണ്ട് കേണപേക്ഷിച്ചുകൊണ്ട് പറയുന്ന ഒരു വാക്ക്, അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു വാക്ക്, പടച്ചവരെ, ഞാനൊരു തെറ്റുകുറ്റങ്ങൾക്കില്ല അല്ലാ, വേണ്ടാതരങ്ങൾക്കില്ല അല്ലാ, അനർത്ഥങ്ങൾക്കില്ല റബ്ബേ, കൊള്ളരുതായ്മകൾക്കില്ല അല്ലാ, മോശത്തരങ്ങൾക്കില്ല അല്ലാ. ഞാൻ നല്ലവനാവാൻ പോവുകയാ, എന്റെ ജീവിതം നല്ലവനാവാൻ പോവുകയാണ്. എന്റെ ജീവിതത്തിൽ ഒരു തെറ്റുകുറ്റമില്ല, ഒരു മോശത്തരമില്ല, ഒരു വേണ്ടാത്തരങ്ങളില്ല. പടച്ച റബ്ബേ, എനിക്കൊരു സെക്കൻഡ് വേണ്ട അല്ലാ, ഒരു കണ്ണ് ചിമ്മി തുറക്കുന്ന സമയം എനിക്ക് നീ അനുവദിച്ചാൽ ഞാൻ നല്ലവനാവാൻ പോവുകയാണ്. അല്ലാഹുവിന്റെ ആ അവധി എത്തി കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും നിന്റെ റബ്ബ് പിന്നെ നിന്നെ ചിന്തിക്കുന്ന പ്രശ്നം തന്നെ. അല്ലാഹു നിന്നെ പിന്നെ ചിന്തിക്കൂല. നിന്റെ പരിശുദ്ധ ആത്മാവിനെ പിഴുതെടുക്കാൻ വരികയാണ്. ആരാ? ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നിന്റെ ആത്മാവിനെ പിഴുതെടുക്കാൻ വരുന്ന രംഗം ആരാ പറയുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖലീൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് പറയാൻ പോകുന്നത്. എങ്ങനെയാ? പടച്ച റബ്ബേ, മഹാനായ ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്ന രംഗം പ്രിയപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ ചോദിച്ചതാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, അസ്രായീലേ, നീ പരിശുദ്ധമായ മനുഷ്യ ശരീരത്തിന്റെ നല്ലവരുടെ ആത്മാവിനെ പിഴുതെടുക്കുന്ന രംഗവും അതുപോലെ മോശപ്പെട്ടവരുടെ ആത്മാവിനെ പിഴുതെടുക്കുന്ന രംഗവും നീ വരുന്ന ആ സമയത്തിലുള്ള കോലം എനിക്കൊന്ന് കാണിച്ചു തരുമോ? അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം മോശപ്പെട്ടവരുടെ ആത്മാവിനെ പിഴുതെടുക്കുന്ന നേരത്തെ താൻ അവിടുന്ന് കാണുന്ന ആ കോലത്തെ ഒരിക്കലും കാണിച്ചു തരില്ല എന്ന് വിസമ്മതിക്കുന്നു. പക്ഷേ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അസ്രായീലിനോട് നിർബന്ധിച്ച കാരണത്താൽ അസ്രായീൽ സമ്മതിച്ചു. അവസാനമായി പറഞ്ഞു, നിങ്ങൾക്കത് കാണാനുള്ള ശക്തിയോ നിങ്ങൾക്കത് കാണാനുള്ള കണ്ണുകളോ ഇല്ല ഇബ്രാഹിമേ. നിങ്ങൾക്ക് ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നിർബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അവസാനമായി താൻ തമ്മാടികൾക്കുള്ള ആത്മാവിനെ പിഴുതെടുക്കുന്ന രംഗത്തെ കാണിക്കാൻ പോകുകയാണ്. തമ്മാടി എന്ന് പറഞ്ഞാൽ ഒരുപാട് തെറ്റുകുറ്റങ്ങളോ മോശത്തരങ്ങളോ ചെയ്യേണ്ടതില്ല. മറിച്ച് ഇന്ന് മഗ്‌രിബ് നമസ്കാരം കാരണമില്ലാതെ വെറുതെ ഒരു മനുഷ്യന് എന്നാലോ അവന്റെ പേര് തമ്മാടി. ഈ മനുഷ്യന്റെ ആത്മാവിനെ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പിഴുത്തെടുക്കാൻ വരുന്ന നേരത്തുള്ള ആ രംഗം എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അസ്രായീൽ പറയുകയാണ്, ഇല്ല നബിയേ, ഇല്ല, അത് കാണാനുള്ള കണ്ണുകൾ നിങ്ങൾക്കില്ല ഇബ്രാഹിമേ, അത് കാണാനുള്ള കണ്ണുകൾ
കണ്ണുകൾ നിങ്ങൾക്കില്ല ഇബ്രാഹിം എന്ന് പറയുമ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർബന്ധിക്കുകയാണ്. അവസാനം അസ്രായീൽ സമ്മതിക്കുകയാ. എന്നിട്ടോ അസ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബിയോട് പറയുന്ന രംഗം, യാ ഇബ്രാഹിം ആയിരുന്നു വജ്ഹക യാ ഇബ്രാഹിം, ഇബ്രാഹിമേ നിങ്ങൾക്കുള്ള മുഖമൊന്ന് തിരിച്ചു കളയുമോ? ഇബ്രാഹിമേ നിങ്ങൾക്കുള്ള മുഖമൊന്ന് തിരിച്ചു കളഞ്ഞാൽ നിങ്ങൾ കാണാൻ പറ്റുന്ന തമ്മാടിയുടെ ആത്മാവിന്റെ പരിശുദ്ധമായ അവിടുത്തെ ആത്മാവിനെ പിഴുതെടുക്കുന്ന എന്റെ കോലം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. മഹാനായ അസ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുമ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിയുകയാണ്, തന്റെ മുഖം തിരിക്കുകയാ. ആ മുഖം തിരിച്ച നേരത്ത് അല്ലാഹുവേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കോലം മാറുകയാണ്. എന്നിട്ടോ അല്പം കഴിയുമ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഇബ്രാഹിം പറയുകയാണ്, ഇങ്ങോട്ടൊന്ന് ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞുകളാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം താമസം വൈകാതെ തിരിഞ്ഞു കളയുകയാണ്. ആ സമയത്ത് സംഭവിച്ചതെന്താ? തന്റെ സ്വന്തം ആത്മാവിനെ പിഴുതെടുക്കാൻ വരുന്ന അസ്രായീലിനെ കണ്ടുപോയതല്ല, തന്റെ മക്കളെയോ തന്റെ കുടുംബത്തിന്റെ ആത്മാവിനെ പിഴുതെടുക്കുന്ന അസ്രായീലിന്റെ കോലം കണ്ടുപോയതല്ല, മറിച്ച് ഈ ലോകത്ത് വരുന്ന തമ്മാടികൾക്കുള്ള ദുനിയാവിന്റെ മേച്ചൽ പുറങ്ങൾക്ക് ജീവിക്കുന്ന ആണ് പെണ്ണിന്റെ ആത്മാവിന്റെ പരിശുദ്ധമായ അവിടത്തെ ഏറ്റവും വലിയ ആത്മാവിനെ പിഴുതെടുക്കുന്ന നേരത്തെ അസ്രായീൽ അവിടുന്ന് കാണിക്കുന്ന കോലത്തെ പറ്റിയ എന്റെ പ്രിയപ്പെട്ടവരെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അസ്രായീൽ കാണിക്കുന്നത്. അങ്ങനെ കാണുകയാണ്. കാണുന്ന നേരത്തെ സുബ്ഹാനല്ലാഹ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് സംഭവിച്ചു പോയതെന്താ? അല്ലാഹുവിന്റെ ഖലീല്, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ബോധക്ഷനായി വീഴുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ബോധക്ഷനായി വീഴുകയാ. ആരാ? ദീനിന് വേണ്ടി സർവ്വതും സമർപ്പിച്ചു പോയ സ്വന്തം മകൻ അല്ലാഹുവിന്റെ പരിശുദ്ധ മാർഗത്തിൽ ബലിയർപ്പിക്കാൻ സന്നദ്ധനായ, അല്ലാഹുവിന് വേണ്ടി സമ്പത്ത് കൊണ്ട് എല്ലാവിധ ത്യാഗങ്ങൾ ചെയ്തു പോയി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അസ്രായീലിനെ കാണുന്ന നേരത്ത് ബോധക്ഷനായി വീഴുകയാണ്. അല്ലാഹുവേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ബോധക്ഷനായി വീഴുകയാണ്. പിന്നെ എന്താ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആലോകരോട് പഠിപ്പിക്കുകയാണ്, താൻ ബോധക്ഷനാവാനുള്ള കാരണം എന്താ? ഇത് ഞാൻ നീണ്ട മനുഷ്യനാണ്, മാത്രമല്ല മുടി നീണ്ടുപോയ മനുഷ്യനാണ്, വാനോളം ഉയരമുള്ള മനുഷ്യനാണ്. അസ്രായീൽ കഴിഞ്ഞില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അസ്രായീലിന്റെ കോലത്തെ പറ്റി വിവരിക്കുകയാണ്. ദുർഗന്ധമുള്ള വാസനയുടെ ഉടമയാണ്. ആരാ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുർഗന്ധമുള്ള വാസനയുടെ ഉടമയാണ്. കഴിഞ്ഞില്ല. യഖ്റുജു മിൻ ഫീഹി വമനാഖിരി ലൈബുൻ നാരി വദ്ദുഖാർ. നരകത്തിന്റെ തീനാളമുണ്ടല്ലോ, നരകത്തിന്റെ അഗ്നിജാലകളുണ്ടല്ലോ, നരകത്തിന്റെ തീനാളത്തിന്റെ ഏറ്റവും വലിയ കണൽക്കട്ടകളുണ്ടല്ലോ. അസ്രായീലിന്റെ ചുവടുമുണ്ട്, അസ്രായീലിന്റെ മൂക്കുമുണ്ട്, അസ്രായീലിന്റെ കണ്ണുമുണ്ട്, അസ്രായീലിന്റെ തൊള്ളക്കകത്തുന്നുണ്ട്. അല്ലാഹുവേ ആരാ ദർശിക്കുന്നതെന്നറിയോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദർശിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള രംഗമുണ്ടല്ലോ, ദുനിയാവിന്റെ തമ്മാടിത്തരങ്ങളുകൊത്ത്, ദുനിയാവിന്റെ മോശൽ പുറങ്ങളുകൊത്ത്, ദുനിയാവിന്റെ വേണ്ടാതരങ്ങളുകൊത്ത്, ദുനിയാവിലുള്ള ആഭാസങ്ങളുകൊത്ത് ജീവിച്ചു പോയാൽ നീയും അനുഭവിക്കാൻ പോകുന്ന ഇസ്രായേലിനെ പറ്റി അല്ലാഹുവിന്റെ പരിശുദ്ധ ഇബ്രാഹിം നബി പറയുമ്പോ, നല്ല മനുഷ്യനാണെങ്കിലോ അവന്റെ കോലത്തെ പറ്റി അല്ലാഹുവിന്റെ പരിശുദ്ധ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, മനുഷ്യരീതിയിൽ മനുഷ്യ ജീവിതത്തിൽ ഇന്നേ വരെ കാണാത്ത സൗന്ദര്യമുള്ള നല്ല രൂപത്തിലുള്ള ഒരു കോലമാണ് എനിക്ക് മഹാനായ അസ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടുപോയത്. അള്ളാഹു അങ്ങനെ ദർശിക്കാനുള്ള ഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്റെ പ്രിയപ്പെട്ടവർ, അവസാനം രണ്ട് ഭീകരത പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അഞ്ചാമത്തെ ഭീകരത മുശാഹദത്തുൽ മലക്കൈനിൽ ഹാഫിളൈൻ. രണ്ട് മലക്കുകളെ നീക്കാൻ.
2 മലക്കുകളെ നീ കാണുകയാണ്. ഇന്നേ വരെ നിന്റെ ജീവിതത്തിൽ ദർശിക്കാത്ത 2 മലക്കുകളെ നീ കാണുകയാണ്. ആരാ? റഖീബും അതീദും അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്ന 2 മലക്കുകളെ നീ കാണുകയാണ്. അല്ലാഹുവേ, മരിക്കുന്ന നേരത്ത് നിന്റെ തോളത്തോടുന്നവർ ഇറങ്ങി വരികയാണ്. നേരെ നിന്റെ തോളത്തിൽ നിന്ന് വലിയ ബിൽഡിംഗിൽ നിന്ന് ഇറങ്ങി വരുന്ന, സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങി വരുന്ന മനുഷ്യനെ പോലെ നിന്റെ തോളത്തിൽ നിന്നവർ ഇറങ്ങി വരികയാണ്. ഇറങ്ങി വന്ന് നിന്റെ മുൻവശത്ത് അവർ നിൽക്കുകയാണ്. എന്നിട്ടോ അവർ പറയുകയാണ്, ഇന്നേ വരെ നിന്റെ ജീവിതത്തിൽ കാണാത്ത റഖീബും അതീദും കടന്നു വരികയാ. എന്നിട്ടോ നിന്റെ മുൻവശത്ത് നിന്നുകൊണ്ടവർ പറയുന്ന ഒരു വാക്യമുണ്ടടാ, അല്ലാഹുവേ, നീ നല്ലവനാണെങ്കിൽ അവനെ പറയുകയാണ്, ജസാക്കല്ലാഹു അന്നാ ഖൈറാ. നീ നല്ല മനുഷ്യനാണെങ്കിൽ പ്രിയപ്പെട്ട റഖീബും അതീദും അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്ന രംഗമെന്താ? അല്ലാഹുവേ, പടച്ച റബ്ബേ, ഈ മനുഷ്യനുണ്ടല്ലോ, ഇവന് സൽകർമ്മങ്ങൾ ചെയ്തവനാ, സുഹൃതങ്ങൾ ചെയ്തവനാ, ഇബാദത്തുകൾ ചെയ്തവനാ, ഇവനക്ക് നിന്റെ പൊരുത്തമുണ്ടാകട്ടെ അല്ലാഹ്. ആരാ? എന്റെ പ്രിയപ്പെട്ടവരെ പറയുന്നത് നിന്റെ പ്രിയപ്പെട്ട റഖീബും അതീദുമാണ്. ആ 2 മലക്കുകൾ പറഞ്ഞുകൊണ്ട് നിന്നോട് പറയുന്ന വാക്യം, എത്രയെത്ര നല്ല സദസ്സുകളിലേക്ക് ഞങ്ങളെ നീ കൊണ്ടുപോയിരുത്തിയടാ. ഇച്ചിലങ്കോട് എന്ന് പറയുന്ന മനോഹരമായ വിജ്ഞാന സദസ്സ് വിജ്ഞാനം നടക്കുമ്പോ അവിടെ പണ്ഡിതന്മാർ കടന്നു വരുമ്പോ നിന്റെ നാട്ടിൽ ഒരു നല്ല അവസ്ഥ നിനക്ക് സംജാതമാകുമ്പോ ആ നാട്ടിലുള്ളവർക്ക് വേണ്ടി നല്ല അവസരം നീ ഒരുക്കി കൊടുത്ത മനുഷ്യ, ആ ഇൽമിന്റെ സദസ്സിൽ ഇരുന്ന് കൊടുത്ത മനുഷ്യ, നിന്റെ കൂടെ ഞാനും വന്നിരുന്നടാ. ആ സദസ്സിൽ എന്തെയും നീ കൊണ്ടുപോയിരുത്തിയല്ലടാ. നിനക്കല്ലാന്റെ പൊരുത്തമുണ്ടാകട്ടെ, നിനക്കല്ലാന്റെ ദ്രൗപതി ഉണ്ടാകട്ടെ, നിനക്കല്ലാഹുവിന്റെ പരിശുദ്ധമായ അവിടത്തെ എല്ലാവിധ പ്രതിഫലവും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് 2ാമതായി ആ മലക്ക് പറയുന്നത് എന്താ? എത്ര നല്ല സംസാരങ്ങൾ ഞങ്ങൾക്ക് നീ കേൾപ്പിച്ചുവടാ, എത്രയെത്ര നല്ല നല്ല സംസാരങ്ങൾ ഞങ്ങൾക്ക് നീ കേൾപ്പിച്ചുവടാ. മനോഹരമായ ചിലങ്കോട് എന്ന് പറയുന്ന മനോഹരമായ സദസ്സര മരണത്തിന്റെ വിഷയം കേൾക്കുമ്പോ, യുവാക്കളുടെ വിഷയം കേൾക്കുമ്പോ, നരകത്തിന്റെ വിഷയം കേൾക്കുമ്പോ, എല്ലാവിധ വിഷയങ്ങൾ കേൾക്കുമ്പോ പൊന്നുമോനെ ഞങ്ങൾക്കൊക്കെയും അത് നീ കേൾപ്പിച്ചില്ലടാ. നിനക്കല്ലാന്റെ പൊരുത്തമുണ്ടാകട്ടെടാ. കഴിഞ്ഞില്ല. അല്ലാഹുവിന്റെ 2 മലക്കുകൾ പറയുകയാണ്, മാത്രമല്ലടാ നിന്നോടാ പ്രിയപ്പെട്ട മലക്കുകൾ പറയുകയാണ്, മോശപ്പെട്ട മനുഷ്യനാണെങ്കിൽ, വേണ്ടാത്തരങ്ങൾ ചെയ്ത മനുഷ്യനാണെങ്കിൽ, കൊള്ളരുതായ്മകൾ ചെയ്ത മനുഷ്യനാണെങ്കിൽ, അല്ലാഹുവേ, ജീവിതത്തിൽ അങ്ങനെയുള്ളവർ തെറ്റുകുറ്റങ്ങളിലൂടെ ജീവിതം നയിച്ചവനാണെങ്കിൽ പ്രിയപ്പെട്ട റഖീബും അതീദും പറയുകയാണ്, ലാ ജസാക്കല്ലാഹു അന്നാ ഖൈറാ. നിനക്കല്ലാന്റെ പൊരുത്തമില്ല, നീ നശിച്ചു പോവട്ടെ, നീ ഹലാക്കായി പോവട്ടെ, നിനക്കല്ലാന്റെ പ്രതിഫലം ഉണ്ടാവാതിരിക്കട്ടെ. കാരണമെന്ത്? എത്ര മോശപ്പെട്ട സദസ്സുകളിലേക്കാണിടാ ഞങ്ങളത് കൊണ്ടുപോയത്. കള്ളുചാപ്പുകളിലേക്ക് കൊണ്ടുപോയില്ലേ, വിചാര സദസ്സുകളിലേക്ക് കൊണ്ടുപോയില്ലേ, വേണ്ടാതരങ്ങളാകുന്ന സദസ്സുകളിലേക്ക് ഞങ്ങളെ നീ കൊണ്ടുപോയില്ലടാ. കളിഗ്രൗണ്ടിലേക്ക് പാതിരാത്രി വരെ കൊണ്ടുപോയി ഞങ്ങളെ ഇരുത്തിയില്ലടാ. ടിവിയുടെയും സിനിമയുടെ മുമ്പിൽ ഞങ്ങളെ കൊണ്ടിരുത്തിയ പെങ്ങളെ, നിനക്കല്ലാന്റെ പൊരുത്തമില്ല. എത്രയെത്ര മോശപ്പെട്ട സംസാരങ്ങൾ നിങ്ങൾക്ക് നീ കേൾപ്പിച്ചതാണ്. അല്ലാഹുവേ, എത്രയെത്ര മോശപ്പെട്ട സംസാരങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കേൾക്കാത്തതുപോലെ ഞങ്ങൾക്ക് കേൾപ്പിച്ച ഇച്ചിലങ്കോടിലെ ചെറുപ്പക്കാരാ, കാരണവന്മാരെ, ഇതന പറയുമ്പോ ഫസാദ് പറയുമ്പോ സൂക്ഷിക്കടേ. ആ മലക്കുകൾ പറയുകയാ, എത്രയെത്ര മോശപ്പെട്ട സംസാരങ്ങൾ നിങ്ങൾക്ക് നീ കേൾപ്പിച്ചതാണടാ. നിനക്കല്ലാന്റെ പൊരുത്തമില്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് ആ മലക്കുകൾ പിന്നീട് പറയുകയാണ്, നിനക്കല്ലാന്റെ പൊരുത്തമുണ്ടാവാതിരിക്കട്ടെ, നീ രക്ഷിച്ചു പോവട്ടെ, നിനക്കല്ലാന്റെ പ്രതിഫലം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ 2 മലക്കുകൾ മരിക്കുന്ന വേളയിൽ നിന്ന് ശപിച്ചുകൊണ്ട് നിന്റെ തോളത്തിറങ്ങി പോകുന്നതാ. കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ.
അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ ഇബ്ലീസുൽ ലഈൻ ലഅനത്തുല്ലാഹി അലൈഹി കടന്നു വരികയാണ്. ഇതിന്റെ പരിശുദ്ധ ശരീരത്തിന്റെ ആത്മാവിനെ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പിഴുത്തെടുക്കുന്ന അവസാന വേളയിൽ ഇബ്ലീസ് കടന്നു വരികയാണ്. ഇബ്ലീസുൽ ലഈൻ ലഅനത്തുല്ലാഹി അലൈഹി കടന്നു വരികയാണ്. അവൻ വന്ന് പറയും, നീ വിശ്വസിച്ച ദീൻ കളവാണ്, നീ ഒന്നും വിശ്വസിക്കല്ലേ, ഇപ്പോൾ കാണുന്നില്ലേ ദാഹിച്ച് തൊണ്ട വറ്റി വരണിയിരിക്കുകയാണ്, നിനക്കെന്താ ഇനി ചെയ്യാനുള്ളത്? നിന്റെ വിശ്വസിച്ച ദീനൊക്കെ പൊള്ളത്തരമായില്ലേ, നിന്നെയെല്ലാം പറ്റിച്ചില്ലേ? പൊന്നുമോനെ, ആരെയാണ് നിന്റെ ജീവിതത്തിൽ നീ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്? നിന്റെ ഭാര്യയാണെങ്കിൽ ഭാര്യയുടെ കോലത്തിൽ വരികയാണ്, കൂട്ടുകാരാണെങ്കിൽ കൂട്ടുകാരുടെ രൂപത്തിൽ വരികയാ. നിന്റെ ജീവിതത്തിൽ നീ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? അവരുടെ കോലത്തിൽ വരികയാ. ഇബ്ലീസ് നിന്റെ മുൻവശത്ത് വന്നുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നിന്നെ പഴപ്പിക്കുകയാണ്. അവന്റെ കയ്യിലാണ് സ്വർഗമുണ്ടാവുക, അവന്റെ കയ്യിൽ അവന്റെ നരകമുണ്ടാകും. അവന്റെ നരകം നമ്മുടെ സ്വർഗമാണ്, അവന്റെ സ്വർഗം നമ്മുടെ നരകമാണ്. കള്ളുപാത്രവുമായി വരികയാണ്. മരിക്കുന്ന നേരത്ത് ദാഹിച്ച് വരണ്ടു പോയ നിന്റെ പരിശുദ്ധമായ തൊണ്ടക്കകത്ത് കള്ളുപാത്രം വെച്ചുകൊണ്ടവനെ പറയുകയാ, നീ വിശ്വസിച്ചു പോയ ദീനുകളവാട്, നീ വിശ്വസിച്ചു പോയ അള്ളാഹു കളവാട്, നീ വിശ്വസിച്ചു പോയ പ്രവാചകന് കളവാട് എന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, പിഴക്കാത്തവർ പിഴച്ചു പോകുന്ന ഏറ്റവും വലിയ രംഗമാണ്. അതുകൊണ്ടല്ലേ മുൻഗാമികളായ ഉമ്മമാർ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിനക്ക് സമയമുണ്ടോ? ആ ഇബ്ലീസിൽ നിന്ന് അഭയം തേടാൻ നിനക്ക് സമയമുണ്ടോ? മുൻഗാമികളായ ഉമ്മമാർക്ക് അവരുടെ വീടിന്റെ ഉള്ളറയിൽ നിന്നിരുന്ന് പാടിയിരുന്നത്, ദാഹം മൗത്തതും കൂട്ടിയിടം ഇബ്ലീസ് കൂസിനെ കാട്ടിയിടും നേരം ലൈനവനാട്ടുവാ ബദരീങ്ങളാൽ തുണർപ്പനാ. അവരെ പൊട്ടിക്കരഞ്ഞ് പാടിയതെന്താ? ഒരൊറ്റ കാര്യമാണ്, മരിക്കുന്ന നേരത്ത് വിടച്ചിറപ്പ് എനിക്കെങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് പേടിച്ചുകൊണ്ട് ഇബ്ലീസിന്റെ കരവലയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർ പാടുമ്പോ ഇന്നിതാ വീടിന്റെ ഉള്ളറയിൽ മകരിവിശായിനിടയിൽ മോശപ്പെട്ട ചിത്രങ്ങൾ കാണുന്നവളീ, മോശപ്പെട്ട സിനിമകളും സീരിയലുകളും വേണ്ടാത്തരങ്ങളും റിയാലിറ്റി ഷോകളുടെ അടിമയായി ജീവിച്ചതുകൊണ്ട് എങ്ങനെയാണിടീ രക്ഷപ്പെടുക? നല്ലവരാണെങ്കിൽ ഇബ്ലീസിന്റെ ശരീരം നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി കടന്നു വരികയാണ്. ആരാണ് കടന്നു വന്നിരുന്നറിയോ? ജിബ്രീൽ കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وابشروا بالجنة التي كنتم توعدون. മഹാനായ ജിബ്രീൽ കടന്നു വരികയാണ്. എന്നിട്ടോ ആ ജിബ്രീൽ പറയുകയാണ്, അല്ലാഹുവാണ് റബ്ബെന്ന് പറഞ്ഞവർ, പഠിച്ചവനെ വിശ്വസിച്ച് അല്ലാഹുവിന്റെ സന്മാർഗത്തിലൂടെ ജീവിച്ചു പോയവർ, പഠിച്ചവന്റെ പേരില് അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് അല്ലാഹുവിന്റെ പേര് കേൾക്കുമ്പോ ഭയന്ന് പറച്ചവർ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ലോകത്ത് പഠിച്ചവന് വേണ്ടി മാത്രം ജീവിതം സമർപ്പിച്ചവരുണ്ടല്ലോ. ഇബ്ലീസിനെ മനുഷ്യനെ പിഴപ്പിക്കുമ്പോ അവന്റെ മുൻവശത്ത് വന്ന് ജിബ്രീൽ അവനെ സമാശ്വാസനപ്പെടുത്തുകയാണ്, സാന്ത്വനപ്പെടുത്തുകയാണ്. ഇബ്ലീസിന്റെ ശരീരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയവനോട് പറയുകയാണ്, ടെൻഷൻ അടിക്കല്ലേ, പ്രയാസപ്പെടല്ലേ, ദുഃഖിക്കല്ലേ, ദുരിതപ്പെടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ സമാശ്വാസനപ്പെടുത്തുമ്പോ, പൊന്നുപോനെ മറക്കല്ലടാ, മറക്കല്ലടാ, നിന്റെ ജീവിതം റബ്ബിന് വേണ്ടി സമർപ്പിക്കുക, അല്ലാഹുവിന്റെ വേണ്ടി ജീവിതം ചെലവഴിക്കുക, അല്ലാഹുവിന്റെ മാർഗത്തില് നിന്റെ ജീവിതം സുന്ദരമാക്കുക, പടച്ചവന്റെ തോട്ടത്തിലായി അല്ലാഹുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുക. നാളത്തെ ലോകത്തിന് വേണ്ടി അക്ഷരം നന്നാക്കാനുള്ള ഏറ്റവും വലിയ പാകതയാകുന്ന മരണത്തെ സദാസമയം ഓർത്തുകൊണ്ട് ജീവിക്കുക. അല്ലാഹു അതിന് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് മാത്രം പ്രാർത്ഥിച്ചു.
ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും 11 ഇസ്തിഗ്ഫാർ പറയുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർ റഹ്മാനായ മാലികുൽ മുലൂക്കായ ജല്ല ജലാലായ അല്ലാഹ്, ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്, തെറ്റുകുറ്റങ്ങൾക്കുള്ള കുമ്പാരങ്ങൾ ചെയ്തവരാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനേ, ഞങ്ങൾക്കുള്ള ദോഷങ്ങൾ നീ കരിച്ചു കളയണേ അല്ലാഹ്. നിന്റെ സജ്ജനങ്ങളായ സാലിഹ്യങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ഓരോരുത്തരുടെ മനസ്സിന്റെ ഉള്ളറയിൽ ഭാരമേറിയ പ്രതീക്ഷകളുണ്ട് അല്ലാഹ്. പടച്ചവനെ, എല്ലാം നീ പൂണീച്ചു തരണേ അല്ലാഹ്. ഞങ്ങളുടെ വിഷമങ്ങൾ നീകച്ചു തരണേ അല്ലാഹ്. മനപ്രയാസങ്ങളെ ദൂരീകരിച്ചു തരണേ അല്ലാഹ്. ഞങ്ങളുടെ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നികച്ചു തരണേ അല്ലാഹ്. അല്ലാഹുവേ, കടബാധ്യതകളെ കൊണ്ട് വിഷമിക്കുന്നവർക്കുള്ള കടബാധ്യതകളെ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, അല്ലാഹുവേ, നിന്റെ മഹത്തായ ഫضل കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരും വിവാഹപ്രായമെത്തിയ എത്രയോ പെൺകുട്ടികളുണ്ട് അല്ലാഹ്. കുഫൂത്ത് ഇണകൾക്ക് അവരെ നീ കാണിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവരുടെ മനപ്രയാസങ്ങൾ നികറ്റി കൊടുക്കണേ അല്ലാഹ്. മാരകരോഗങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. ക്യാൻസർ അടച്ച് പോലത്തെ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. പടച്ചവനേ, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. അപകട മരണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ച റബ്ബേ, നിന്റെ മഹത്തായ വര കൊണ്ട് അത്രയും മരണങ്ങൾക്ക് ഞങ്ങൾക്കുള്ള ശരീരത്തെ നീ കീഴ്പ്പെടുത്തല്ലേ അല്ലാഹ്. ഞങ്ങൾക്കുള്ള മയ്യത്തുകളെ നീ പരിചയമില്ലാത്ത മയ്യത്തുകളാക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മയ്യത്തുകൾ നീ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, മരണം ഹൈറാകുന്ന നേരത്തെ കലിമ ചൊല്ലി ഈമാനോടുകൂടെ